പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഈ രാത്രിയും ആയിരിക്കാൻ കർത്താവ് ജീവിതത്തിൽ നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച അനുഗ്രഹിതനായ കർത്തദാസൻ, കുടുംബാംഗങ്ങൾ, അമേൻ, എൻ്റെ അനുജന് തുല്യം ഞാൻ അധികം സ്നേഹിക്കുന്ന, അനുജത്തിക്ക് തുല്യം അധികം സ്നേഹിക്കുന്ന പ്രിയവാത്സല്യ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരെ ആശീർവദിക്കട്ടെ. ഒപ്പം ഈ മീറ്റിങ്ങിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്ത ഉപവാസത്തോടുകൂടി ആയിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരെയും ആശീർവദിക്കട്ടെ. ദൈവസന്നിധിയിൽ ആത്മതമനത്തോടും ഉപവാസത്തോടും കൂടി ആയിരിക്കുന്ന സഭാധ്യക്ഷൻ, ഒപ്പം തന്നെ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, അമേൻ, മറ്റൊരിടത്തും കാണാത്ത ഒരു വിശേഷത, സ്തോത്രം, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തന്നെ അവരും ഗാനങ്ങൾ ആലപിക്കുന്നു. ആരാധനയിൽ ശുഷ്കാന്തിയോടെ നിൽക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. അമേൻ. പൂർണ്ണമായും ഭാഗികമായും ഉപവാസത്തോടും ഉപവാസം കൂടാതെയും കർത്തൃസന്നിധിയിൽ കടന്നു വന്ന് അമേൻ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന വാത്സല്യ മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ എല്ലാവരെയും ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി ഉപവാസ മീറ്റിങ്ങിൻ്റെ 6ാം നാൾ ഈ രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ അവിടുത്തെ വൻകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തും. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. തിരുവെടുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ. നിദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കൽ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് പ്രാർത്ഥന കേൾക്കുന്ന നാദങ്ങളിലേക്ക് വിശ്വാസത്തോടെ ഇന്ന് രാത്രി കണ്ണുകളെ ഉയർത്തുക. ഈ ആലയത്തിൻ്റെ ഉള്ളിൽ സന്നിഹിതരായിരിക്കുന്നവരും ഓൺലൈനിൽ ഈ മീറ്റിംഗ് ശ്രവിക്കുന്നവർ, കാണുന്നവർ, ദൈവകരങ്ങളിലേക്കൊരു നിമിഷം തങ്ങളെ തന്നെ കൊടുത്തേ. എന്നോട് സംസാരിക്കണമേ എന്നുള്ള വാഞ്ചയോടെ, എന്നോട് ഇടപെടണമേ എന്നുള്ള വാഞ്ചയോടെ ഇന്ന് രാത്രി തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്നേഹപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങളെങ്ങേ വാഴ്ത്തുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യേ ഞാനുണ്ടെന്ന് വാക്ക് പറഞ്ഞ നാഥൻ, അവിടുന്ന് സ്ഥാപിക്കപ്പെട്ട ഈ കൂട്ടായ്മയുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ഞങ്ങളിൽ വസിച്ച് ഞങ്ങളുടെ ഉള്ളാലെ നടക്കുന്ന നാഥൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ അണഞ്ഞുകൊണ്ട് തിരുമുഖത്തേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. കർത്താവെ, അവിടുന്ന് അടിയനെ പരമേൽപ്പിച്ച വചനത്തിൻ്റെ മാർമിക സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ അടിയൻ്റെ നാവിനെ സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാക്കണമേ. ലാവണ്യ വാക്കുകൾ ഇന്ന് രാത്രി അടിയൻ്റെ അതരത്തെ തരണമേ. ആത്മനിറവോടും ദൈവശക്തിയോടും അടിയൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തോട് സംസാരിപ്പാൻ കൃപ തരണമേ. ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണമേ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ അങ്ങയുടെ ജനത്തോട് സംസാരിപ്പാൻ ദൈവം കൃപ നൽകണമേ. കേൾക്കുന്ന വചനങ്ങൾ ഹൃദയമെന്ന മാംസപ്പലകൾ ഇന്ന് രാത്രി എഴുതപ്പെടുന്ന ഒരു രാത്രിയാക്കി മാറ്റും. തിരുനാമം മാത്രം മഹത്വമെടുക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസ്ഥലായിരിക്കാം. എത്രയോ തവണ വായിച്ചിട്ടുള്ളതും അനവധി മെസ്സേജുകൾ കേട്ടിട്ടുള്ളതുമായ അനുഗ്രഹീതമായ ഒരു തിരുവെഴുത്താണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തയ്ക്കാധാരമായി എടുത്തിരിക്കുന്നത്. പലർക്കും ഈ വാക്യം കാണാപ്പാടമാണ്. ദർശനത്തിനായി ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക, വരും നിശ്ചയം. ദൈവസന്നിധിയിൽ പ്രവാചകനായ ഹബക്കൂക്ക് ആത്മനിറവോടും ദൈവശക്തിയോടും കൂടെ രേഖപ്പെടുത്തിയ തൻ്റെ തൂലികകളാൽ എഴുതപ്പെട്ട അനുഗ്രഹീതമായ വചനങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഇസ്രായേൽ 2 ഭാഗമായി വിഭജിക്കപ്പെട്ട് തെക്കേ രാജ്യമായ യഹൂദയും വടക്കേ രാജ്യമായ ഇസ്രായേൽ എന്ന് 2 ഭാഗമായി വിഭജിക്കപ്പെട്ട് അവർ പാർക്കുന്ന കാലം യഹൂദയെ നോക്കി പ്രവചിച്ച പ്രവാചക വാക്യങ്ങളാണ് ഹബക്കൂക്ക് പ്രവചനം. പ്രവാചക ആ ഗണത്തിൽ, ചെറിയ പ്രവാചകന്മാർ എന്ന ഗണത്തിൽ
അഗ്രഗണ്യനായി ശ്രേഷ്ഠനായി ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു ദൈവപുരുഷൻ. ഹബക്കുക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം കെട്ടിപ്പിടിക്കുന്നവൻ അഥവാ ചേർന്ന് നിൽക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ ആശയം. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മനിറവോടെ യഹൂദയെ നോക്കി പ്രവചിച്ച പ്രവാചകത്തിൽ യഹൂദ ബാബിലോണിലേക്ക് അടിമത്വത്തിലേക്ക് പോകാൻ സമീപകാലം എത്തിയപ്പോൾ പാപത്തിൻ്റെ ഘോരത്വങ്ങൾ അവരെ ഭരിച്ച് സത്യതയുമായ യഹോവയെ അവർ വിട്ടുമാറി ദൈവസ്നേഹം നഷ്ടപ്പെട്ട് ദൈവത്തെ വിട്ടുമാറി അന്യദൈവങ്ങൾക്കവർ ബലിയർപ്പിച്ച് അക്ഷേരാപ്രതിഷ്ഠകൾക്കും ബാൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് അർപ്പണം നടത്തി ദൈവസ്നേഹം ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി അന്യപ്പെട്ട് അതാത് സമയത്ത് എഴുന്നേൽപ്പിച്ച പ്രവാചകഗണത്തിൻ്റെ സന്ദേശങ്ങളെ പുറന്തള്ളിക്കൊണ്ട് വിഗ്രഹാരാധനയിലേക്ക് സമയം ചിലവിട്ട യഹൂദയെ നോക്കി പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യഹൂദേ, ബാബിലോണിയ സംസ്കാരം നിങ്ങളെ കീഴ്പ്പെടുത്താൻ പോകുകയാണ്. പ്രവാചകനത് പ്രവചിക്കുമ്പോൾ ആ ദൂത് അവർക്ക് ഏറ്റെടുക്കുവാൻ മനസ്സിലായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ അതീവ ശക്തിയായി പ്രതാപമഹത്വത്തിൽ നിന്നത് അശൂരിയ സംസ്കാരമായിരുന്നു. സ്തോത്രം. അപ്പോൾ അശൂരിൽ നിന്ന് അതിൻ്റെ കീഴിൽ കിടക്കുന്ന ബാബിലോൺ ഒരിക്കലും പൊങ്ങി വരില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അസീറിയയുടെ തലസ്ഥാനമായ നിനവേ, അതുപോലെ മറ്റ് ഇതര സാമ്പത്തിക ശ്രേഷ്ഠതയുള്ള സംസ്കാരങ്ങൾ, അതിൻ്റെ കീഴിൽ മാത്രം ഒതുങ്ങപ്പെട്ട ബാബിലോൺ അശൂരിനെ കീഴ്പ്പെടുത്തി മുമ്പോട്ട് വരില്ല എന്ന സമാപ്തി വിശ്വാസം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഹബക്കുക്കിൻ്റെ പ്രവചനത്തെ അവർ പുറന്തള്ളി നമുക്കങ്ങനെ നാശം വരില്ല എന്ന് ചിന്തിച്ചു. സമകാലികനായ ഇരമ്യാവും പ്രവചിച്ചു വെച്ച പ്രവചനത്തിൽ ഇരമ്യാ പ്രവചനം 1-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇരമ്യാവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഇരമ്യാവിന് എന്ത് കാണുന്നു? ഇരമ്യാവ് പറഞ്ഞ വാക്കാണ്, വടക്ക് ദിശയിൽ നിന്ന് ഒരു തിളയ്ക്കുന്ന കലം വരുന്നത് ഞാൻ കാണുന്നു. ദൈവം ഇരമ്യാവിനോട് പറഞ്ഞ മറുപടി ഇതാണ്, നീ കണ്ടത് ശരിയാണ്. വടക്ക് ദിശയിൽ നിന്ന് ഞാൻ ഈ ജനത്തിന് അനർത്ഥം വരുത്തും. വടക്ക് ദിശയിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നതാണ് ബാബിലോണിയ ശക്തി. സ്തോത്രം. നെബൂഖദ്നേസറിന്റെ മകനായ ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ BC 605 യഹൂദയ്ക്ക് നേരെ വന്ന് 3 തവണയായി അവരെ പൂർണ്ണമായി കീഴടക്കുന്നതിന് തൊട്ടു മുമ്പ് ഹബക്കുക്ക് ഈ പ്രവചനം പ്രവചിച്ചിട്ടും ജനം ഏറ്റെടുക്കാത്തത് കൊണ്ട് അദ്ദേഹം ദൈവമുമ്പാകെ നെടുമ്പാട് വീണിട്ട് ചോദിച്ചു, ദൈവമേ, ഇത് എത്രത്തോളം? 1-2 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഇത് എത്രത്തോളം എന്ന ചോദ്യത്തിന് ദൈവം ഹബക്കുക്കിന് നൽകുന്ന മറുപടിയാണ്. ആ മറുപടിയുടെ മുമ്പിൽ അദ്ദേഹം ദൈവസനെ നെടുമ്പാട് വീണ് കിടക്കുമ്പോൾ ദൈവം പറയുകയാണ്, എഴുന്നേൽക്ക്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വചനത്തിൻ്റെ മുമ്പിൽ ആശ്രയിച്ചിട്ട് 3-ാമത്തെ അധ്യായം ഒരു സ്തോത്രഗീതമായി താൻ പാടി. ജീവിതത്തിൽ അനവധി ക്ലേശങ്ങൾ, പ്രതിസന്ധികൾ വരാൻ പോകുന്നത് ആത്മാവിൽ മുൻകണ്ടിട്ട് 3-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അത്തിവൃക്ഷം തളിർക്കയില്ല, ഒലിവ് വൃക്ഷം അതിൻ്റെ പ്രയത്നം തരില്ല, മുന്തിരിവള്ളി അതിൻ്റെ നന്മ തരില്ല, വയലുകളിൽ നിന്ന് അതിൻ്റെ സമൃദ്ധി ഉണ്ടാകില്ല, മൃഗക്കൂട്ടങ്ങളെല്ലാം നഷ്ടപ്പെടും, ഗോശാലകളിൽ പശുക്കളില്ലായിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. അവൻ എൻ്റെ കാലുകളെ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കി ഗിരികളിൽ എന്നെ നിർത്തും. ദൈവസന്നിധിയിൽ പാടി സന്തോഷിച്ച ആ പ്രവാചകൻ 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചു, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വരും നിശ്ചയം. അതിനായി നീ കാത്തിരിക്കുക എന്ന പ്രവചനവാക്യം അദ്ദേഹം എഴുതുമ്പോൾ ദർശനത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാത്ത യഹൂദയെ കണ്ട് അദ്ദേഹത്തിന് തപനമുണ്ടായി, ദുഃഖം തോന്നി. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നതും ദൈവിക ദർശനങ്ങൾക്ക് ഒരവധി വെച്ചിട്ടുണ്ട്. ദൈവാത്മാവിനെ ഫലമേൽപ്പിച്ച പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങൾ അതിനകത്തുണ്ട്. 1, ദർശനത്തിനായി ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ദൈവം ഒരു ദർശനം തന്നാൽ അതിനെ പൂർത്തീകരിപ്പാൻ ആ ദർശനം ബന്ധപ്പെടുകയാണ്. ദർശനം തന്ന ദൈവം ദർശനത്തെ ബന്ധപ്പെടുത്തുകയാണ്. നമ്മുടെ ഡ്യൂട്ടി ദർശനത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണം. 2, ദർശനം തന്ന ദൈവം നമ്മളെ വിശ്വസ്തരെന്നെണ്ണിയ തന്നേ. ദർശനത്തിനകത്ത് കഷ്ടതയുണ്ട്, എല്ലാ കഷ്ടതയും ദൈവം വെളിപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. അടുത്ത ഭാഗം ഇതാണ്. ദർശനത്തിന് ഒരു അവധി വെച്ചിട്ട് സമാപ്തിയിലെ ബന്ധപ്പെടുന്നു. അടുത്തത്, സമയം തെറ്റുകയില്ല.
അത് വരും നിശ്ചയം, നീ അതിനായി കാത്തിരിക്കുക. ആമേൻ. ഇവിടെ വായിക്കുന്നത് ആമേൻ, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. സ്തോത്രം. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയില്ല. ആ പദമൊന്ന് ശ്രദ്ധിച്ച്, വൈകിയാലും. ആ പദം അവിടെ ഉപയോഗിക്കാൻ കാരണം, ദർശനം തന്ന ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്. മനുഷ്യ കാഴ്ചയ്ക്ക് വൈകിപ്പോയി എന്ന് തോന്നാം. സ്തോത്രം. ദൈവം പറഞ്ഞ സമയവും നമ്മുടെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനതിന് പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് വൈകിട്ട് പോയി ഒരു പിടി പയറ് വാരി വെള്ളത്തിലൊന്ന് കുതിർത്ത് ഒരു തുണിയിൽ കെട്ടി വെച്ചാൽ നാളെ ഇതേ സമയം അതിൽ മുള വന്നിരിക്കും. എന്നാൽ 10 തേങ്ങ എടുത്ത് വെള്ളം നനച്ച് ഒരു ചാക്കിൽ കെട്ടി വെച്ചാൽ അതിന് ഒരനക്കവും തട്ടില്ല. പയറ് വിത്തിന് മുളയ്ക്കാൻ അല്പസമയം മതി, 24 മണിക്കൂർ മതി. എന്നാൽ ഒരു തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന ഫലം മുളയ്ക്കാൻ മാസങ്ങളെടുക്കും. എന്നതുപോലെ എനിക്കും നിങ്ങൾക്കും തന്ന ദർശനങ്ങൾക്ക് കാലപരിധികൾ ദൈവം വെച്ചിട്ടുണ്ട്. ഇന്ന് കിട്ടിയ ദർശനം ചിലപ്പോൾ നാളെ നടക്കണമെന്നില്ല, അടുത്ത ആഴ്ച നടക്കണമെന്നില്ല, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നടക്കണമെന്നില്ല. ചിലത് നടന്നെന്നിരിക്കാം. എന്നാൽ നമ്മുടെ ഡ്യൂട്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. അവിവേകം കാണിക്കാതെ കാത്തിരിക്കുക. ദർശനത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുക. വേദപുസ്തകത്തിൽ ദൈവിക ദർശനങ്ങൾ പ്രാപിച്ച അനേക ഭക്തന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ എന്ന ഗണത്തിൻ്റെ ആദ്യത്തെ കണ്ണിയായ അബ്രഹാം ദൈവിക ദർശനത്തോടുകൂടിയായിരുന്നു തൻ്റെ യാത്ര. ഞാൻ കഴിഞ്ഞ പകൽ പറഞ്ഞതുപോലെ മെസൊപ്പൊട്ടോമിയയിൽ വെച്ചാണ് അദ്ദേഹം ആ ദർശനം പ്രാപിച്ചത്. ആമേൻ. അദ്ദേഹം വിഗ്രഹ സേവ നിലനിന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു കുടുംബത്തിനകത്ത് ജനിച്ചു വളർന്നയാളെന്നാണ് പൊതുവിലുള്ള ചിന്ത. വിഗ്രഹത്തെ ഉണ്ടാക്കിയും വിറ്റും നടന്ന കാലഘട്ടത്തിൽ അതിൻ്റെ പിന്നിൽ ഒരു ജീവിക്കുന്ന സത്യദൈവമുണ്ടെന്നുള്ള ചിന്തയോടെ സത്യാന്വേഷിയായി യാത്ര ചെയ്യുമ്പോൾ ആ ദൈവം തന്നോട് സംസാരിച്ചു. ഒരു വേർപാട് ഉപദേശം, ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാം. ദർശനപ്രകാരം യാത്ര ചെയ്ത അബ്രഹാമിന് ദൈവം ആദ്യം നൽകിയ ഒരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ആ ദർശനപ്രകാരം തന്നെ യാത്രയായി. തലമുറകളില്ലാത്ത അബ്രഹാം 75-ാമത്തെ വയസ്സിൽ മെസൊപ്പൊട്ടോമിയ വിട്ട് യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് കൺമുമ്പിൽ. വലിയൊരു ജാതിയാകും ഞാൻ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ കൂടാരത്തിൻ്റെ ഉള്ളിലുകൊണ്ട് ആവലാതി പറയുന്ന അബ്രഹാം അവിടെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നു. നീ എനിക്ക് തലമുറകളെ തന്നിട്ടില്ല. ഏറിയ സമ്പത്ത് അവിടെ നിന്ന് എനിക്ക് തന്നു. ആമേൻ. ഇതിൻ്റെ അവകാശി ആരാണ്? ദമ്മശേഖകാരനായ എലയാസറാണോ? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അബ്രഹാമിനെ ദൈവം പുറത്ത് വിളിച്ചിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു പറയുക, നിന്റെ തലമുറ ഇതുപോലെ വർദ്ധിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിച്ചത് എന്തോന്നില്ലാതറിയാം. വീണ്ടും ദൈവം പറയുകയാണ്, ഈ ദേശത്ത് ഞാൻ നിനക്ക് അവകാശമാക്കി തരും. ഈ ദേശത്ത് പാർത്ത് നീ നന്മ അനുഭവിക്കും. ദൈവത്തോട് ചോദിച്ചത് എന്തോന്നിനാൽ അറിയാം. ദൈവം ഒരു നിയമം ചെയ്യുവാൻ മനുഷ്യനുമായി തയ്യാറാകുകയാണ്. അങ്ങനെ ആമേൻ ആമേൻ മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവന്ന് നേർക്കുനേരെ അതിനെ പിളർന്നു വെച്ച് മനുഷ്യനായ അബ്രഹാമും ദർശനം നൽകിയ അദർശനായ ദൈവവും രക്തത്തെ സാക്ഷി വെച്ച് അബ്രഹാമിന് ദൈവം നിയമം നൽകി. ആ നിയമത്തിൻ്റെ ഉറപ്പിലേക്ക് അബ്രഹാം വീണ്ടും യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. വീണ്ടും 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുന്ന കാലം, ഒരു നട്ടുച്ച സമയം തൻ്റെ കൂടാരവാതിൽക്കൽ ഇരിക്കുമ്പോൾ 3 പുരുഷന്മാർ വീട്ടിൻ്റെ വാതിൽക്കൽ നേർക്കുനേരെ വന്ന് നിൽക്കുക. ഓടിച്ചെന്ന് നിലമ്പ കുനിഞ്ഞ് അവരുടെ പാദങ്ങൾ കഴുകി വൃക്ഷച്ചുവട്ടിൽ ഒരു തണൽ അവരെ ഇരുത്തിയിട്ട് പറഞ്ഞു, ആമേൻ, ഒരു കഷണം അപ്പം കൊണ്ടുവരാം, കഴിച്ചിട്ട് പോകാം, വിശപ്പടക്കി പോകാം. ഇതിനായിട്ടല്ലോ എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നത്. സാറയോട് ചെന്ന് പറഞ്ഞു, ആമേൻ, വേഗം ഇടങ്ങടി മാവെടുത്ത് കൂടെ ചടയുണ്ടാക്ക്. ബാല്യക്കാരോട് പറഞ്ഞു, തടിപ്പിച്ച നല്ലൊരു മൃഗത്തെ അറുത്ത് പാചകം ചെയ്ത് വേഗം കൊണ്ടുപോവാ. ഇത് രണ്ടും കിട്ടി. അബ്രഹാം ഇതും വാങ്ങി വെണ്ണയും പാലും പകർന്ന് അബ്രഹാം തന്നെ 3 പേർക്കും ശുശ്രൂഷ ചെയ്തവിടെ നിന്നു. അന്നവർ പോകുന്നേരം പറഞ്ഞ വാക്കിതാണ്, വരുന്നയാണ്ടിൽ ഞാനിത് വഴി വരും. അന്ന് നിന്റെ ഭാര്യ സാറായി ഒരു മകനെ അണച്ചുകൊള്ളും.
ദർശനപ്രകാരം യാത്ര ചെയ്യുന്ന അബ്രഹാം തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വലുതായിരുന്നു. 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. 21-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, ദൈവം പറഞ്ഞ അവധിക്ക് ദൈവം അബ്രഹാമിന് തലമുറകളെ നൽകി. എന്നാൽ 20-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ അബ്രഹാം കടന്നുപോയ ശോധനകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സ്തോത്രം. 20-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും 17, 18 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ മുമ്പിൽ അബീമേലെക്ക് രാജാവിൻ്റെ സദസ്സിൽ സൗന്ദര്യപൂർണയായ സാറയെക്കുറിച്ച് പ്രശംസിച്ചു. അങ്ങനെ ദർശനത്തിലില്ലാത്ത ഒരു പരീക്ഷാഘട്ടം അബ്രഹാമിൽ വന്നു ഭവിച്ചു. സ്തോത്രം. എന്നാൽ അബീമേലെക്കിനെ കുടുംബത്തെയും ദേശക്കാരെയും ദൈവം ദണ്ഡിപ്പിച്ചു എന്ന് തിരുവെഴുത്തിൽ ഇവിടെ വായിക്കുക. ദർശനം വാഗ്ദത്ത ദേശമായ കനാനെങ്കിൽ, ആമേൻ, കാണിപ്പാനിരിക്കുന്ന ദേശമെങ്കിൽ, ആ ദർശനത്തിനകത്ത് ചില കഷ്ടതകൾ ഉണ്ടായിരുന്നു. എല്ലാ കഷ്ടതയും ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തിയില്ല. 21-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ആമേൻ, ദൈവം തന്നോട് പറഞ്ഞതുപോലെ 21-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങൾക്കകത്ത് നിവർത്തിച്ച സമയത്ത്, കൽപ്പിച്ചിരുന്ന സമയത്ത് തലമുറകളെ തനിക്ക് ലഭിക്കുക, തലമുറയെ ദൈവം നൽകുക. 22-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ 1 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. ദൈവം അബ്രഹാമിനോട്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ മോറിയ ദേശത്ത് കൊണ്ടുവന്ന് ഞാൻ കാണിക്കുന്ന പർവ്വതത്തിൽ അവനെ ഹോമയാഗം കഴിക്കുക. വിളിച്ച നാളിൽ ഈ ദർശനത്തിനകത്തെ കഷ്ടതയുണ്ടെന്ന് ദൈവം പറഞ്ഞില്ല. ആമേ, ദർശനത്തിനകത്തെ കഷ്ടതയുണ്ട്, ദർശനത്തിനകത്തെ കരുതലുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിനകത്തെ കഷ്ടതയുണ്ട്, ദർശനത്തിനകത്തെ കരുതലുണ്ട്. ദർശനത്തോടൊപ്പം ഒരാത്മീകൻ യാത്ര ചെയ്യുമെങ്കിൽ കഷ്ടതകളെ അവൻ ജയിക്കും, ദൈവിക കരുതൽ അവൻ അനുഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെ 22-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. ഇവിടെ കാണുന്നത്, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു, വിറക് കീറി, കഴുതയ്ക്ക് കോപ്പിട്ടു, യാഗവസ്തുവായി ഇസഹാക്കിനെയും കൂട്ടി നേരെ മോറിയ ദേശത്തേക്ക് യാത്രയായി. ചില ബാല്യക്കാരുമായി യാത്ര ചെയ്ത് പർവ്വതത്തിൻ്റെ കീഴിലെത്തിയപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിൽപ്പീൻ, ഞാനും ബാലകനും പോയി യാഗമർപ്പിച്ചിട്ട് മടങ്ങി വരാം. എന്തുകൊണ്ട് യാഗാർപ്പണത്തിന് പർവ്വതത്തിൻ്റെ മുകളിൽ ബാല്യക്കാരെ കൂട്ടിക്കൊണ്ടുപോയില്ല? യാഗാർപ്പണത്തിന് ഈ ബാല്യക്കാർ തടസ്സക്കാരാണ്. ഹല്ലേലൂയ. യാഗം അർപ്പിക്കപ്പെടേണ്ടത് തൻ്റെ സ്വന്തം മകനാണ്. ബാല്യക്കാർ വളരെയേറെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തുന്ന അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിൽ ജനിച്ച, ഇപ്പോൾ 15 വയസ്സോളം പ്രായമുള്ള ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ബാല്യക്കാർ തടസ്സക്കാരാണ്. അവർ പറയും, അവനെ അർപ്പിക്കേണ്ട, ഞങ്ങളെ അർപ്പിക്കെന്ന് പറഞ്ഞ് ഇടനിൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരെ താഴ്വരയിൽ നിർത്തി. ഞാനതിനകത്തുനിന്നൊരു മർമ്മം പറയാം. ദൈവത്തിന് നമ്മെ തന്നെ യാഗാർപ്പണമായി, യാഗവസ്തുവായി അർപ്പിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ചില ബാല്യക്കാരുണ്ട്. അവനെ നിർത്തേണ്ടിടത്ത് നിർത്തിയിട്ട് വേണം നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. അവൻ ആത്മീക നിലവാരത്തിൽ മുന്നേറുവാൻ കഴിയാതെ, ആത്മീക സന്തോഷത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ നമ്മെ അനുഗമിച്ചു വരുന്ന, നമ്മളെ അനുധാവനം ചെയ്യുന്ന ബാല്യക്കാരെ പുറത്തു നിർത്തി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അർപ്പിക്കുമെങ്കിൽ അതിനകത്തൊരു ദൈവിക കരുതൽ നമുക്ക് കാണാനായി കഴിയും. ബാല്യക്കാരെ താഴ്വീരി നിർത്തിയിട്ട് അബ്രഹാം പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്കിനാണ്, നിങ്ങൾ ഇവിടെ നിൽപ്പീൻ, ഞാനും ബാലകനും പോയി യാഗമർപ്പിച്ചിട്ട് വരാം. അസംഭവങ്ങൾ നമുക്കറിയാം. യാഗവസ്തുവായ ഇസഹാക്ക് വിറക് ചുമന്ന് മല കയറുമ്പോൾ ചോദിച്ചൊരു ചോദ്യം ഇതാണപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എന്തിയെ? ഒരു യാഗാർപ്പണത്തിന് എന്തെല്ലാം വേണമെന്ന് നിശ്ചയമായ അറിവ് ഇസഹാക്കിനുണ്ട്. ഒരു യാഗം ദൈവത്തിന് വേണ്ടി അർപ്പിച്ച് അബ്രഹാമിനോടൊപ്പം നിന്നത് കണ്ട പരിചയം അബ്രഹാമിനുണ്ട്, ഇസഹാക്കിനുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിലെ അനുഭവം നമ്മുടെ തലമുറകൾക്ക് കൈമാറിയിട്ടുണ്ടോ? നമ്മൾ ഉപവസിക്കുന്ന ജീവിതത്തിലെ അനുഭവം നമ്മുടെ മക്കൾക്കറിയാമോ? നമ്മൾ ആത്മതപനം ചെയ്യുന്നതും നമ്മൾ ദൈവസന്നിധി കരയുന്നതും നമ്മുടെ തലമുറകൾക്കറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ മക്കളെ നമ്മൾ പ്രാർത്ഥനയിൽ ശീലിപ്പിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം,
ഞാനും നിങ്ങളും നിൽക്കുന്ന സ്ഥാനത്ത് നമ്മുടെ തലമുറ നാളെ നിൽക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ തലമുറകളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഇസഹാക്ക് എന്തുകൊണ്ട് ചോദിച്ചു? അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, ആമേൻ, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, എന്തിയേ യാഗവസ്തു? അബ്രഹാമിന്റെ മറുപടി, ദൈവം നോക്കിക്കൊള്ളും മകനെ, നീ എന്നോടൊപ്പം പോര്. കരുതുന്ന ദൈവത്തിലുള്ള വിശ്വാസ നിമിത്തം രണ്ടാമതൊരു ചോദ്യം ഇസഹാക്ക് ചോദിച്ചില്ല. കാരണമെന്ത്? കരുതുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ അപ്പനിൽ നിന്ന് വ്യക്തമായ അറിവ് ഇസഹാക്കിനുള്ളത് കൊണ്ട് രണ്ടാമതൊരു ചോദ്യം അവിടെ ചോദിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, അവൻ അബ്രഹാം 300-ാമത്തെ വയസ്സിലും ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ എഴുന്നേറ്റത് പ്രഭാതത്തിൽ. അതിരാവിലെ അദ്ദേഹം എഴുന്നേറ്റു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് വിറക് കീറി കഴുതയ്ക്ക് കോപ്പിട്ട് യാത്രയായി. ദൈവപുരുഷനായ ഇയ്യോബിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കൂ. ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതികാലത്തെ എഴുന്നേറ്റ് മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ഹോമയാഗങ്ങൾ കഴിക്കുന്ന ദൈവഭക്തനായിരുന്നു ഇയ്യോബ്. ഞാൻ ചോദിക്കുന്നു, പ്രഭാത പ്രാർത്ഥന ഭവനത്തിലുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? സ്തോത്രം. പ്രഭാത പ്രാർത്ഥനയുള്ളവർ കൈവക്കാൻ പറഞ്ഞാൽ അനേകർ പൊക്കും. അപ്പനും അമ്മയും മക്കളുമായി ഒരുമിച്ചിരുന്ന് പ്രഭാത പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവർ കൈവക്കാൻ പറഞ്ഞാൽ കൈകളെല്ലാം താഴും. ഹല്ലേലൂയ. അമ്മ അടുക്കളയിൽ നിന്ന് പ്രാർത്ഥിക്കും, അപ്പൻ പോകുന്ന വഴി പ്രാർത്ഥിക്കും, മക്കൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, രീതി മാറണം. ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കളോട് ഈ ഉപവാസ മീറ്റിങ്ങിന്റെ 6-ാമത്തെ ദിവസം പറയുക, അതിരാവിലെ എഴുന്നേറ്റ് കുടുംബമായി പായുണ്ടെങ്കിൽ പായെടുത്തിട്ട്, അല്ല നിലത്താണെങ്കിൽ നിലത്ത് ഇരുന്ന് മക്കളെ ഉണർത്തി അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരാത്മീകന്റെ ജീവിതത്തിൽ അത് അതിപ്രധാനമാണ്. ഒന്ന് കരമേറി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പാട്ടുകാരന്മാർ പാടിവെച്ച അനവധി ഗീതങ്ങൾ, അവൻ മിക്കവാറും ഞാൻ പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗീതമാണ് അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ. സ്തോത്രം. ഇന്നേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, 20 വർഷങ്ങൾക്കപ്പുറത്ത് അമ്പൂരിയിൽ ഉരുൾപൊട്ടൽ നടക്കുന്ന ഒരു രാത്രി 30-ലധികം പേരുടെ ജീവനെ അപകരിച്ച ആ രാത്രി പേമാരി ചൊരിഞ്ഞിറങ്ങി. അതിശക്തമായ ഇടിമിന്നലും ഇടിനാദവും ഉണ്ടായി. ഉരുൾപൊട്ടുന്ന ആ രാത്രിയും ഞങ്ങൾ സമാധാനമായി കിടന്നുറങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് പാടിയ പാട്ട് അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ. അവൻ ആ പാട്ടിന്റെ ഈരടികൾ ഇങ്ങനെയാ: ഉറക്കത്തിനു സുഖവും തന്നരികെ നിന്നു കൃപയാ, ഉറക്കത്തിനു സുഖവും തന്നരികെ നിന്നു കൃപയാ, ഉറങ്ങാതെന്നെ സുഖമായി കാത്ത തിരുമേനിക്കുമകത്തും, ഉറങ്ങാതെന്നെ സുഖമായി കാത്ത തിരുമേനിക്കുമകത്തും, എവിടെല്ലാം നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനേ, അവയിൽ തന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്, അവയിൽ തന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. കിടക്കയിൽ വച്ചരിയാൻ സാത്താൻ അടുക്കാതിരിപ്പതിനൻ, അടുക്കൽ ദൂതർഗണത്തെ കാവൽ അണച്ച കൃപയാനൽപ്പം, അടുക്കൽ ദൂതർഗണത്തെ കാവൽ അണച്ച കൃപയാനൽപ്പം, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ,
ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ. ഉറക്കത്തിന് സുഖം തന്ന് അവിടുത്തെ കരങ്ങളിൽ നമ്മളെ താങ്ങി, അവിടുത്തെ കരങ്ങളിൽ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റ് അപ്പനും അമ്മയും മക്കളുമായി ഒരുമിച്ചിരുന്ന് കർത്തൃസന്നെ മുട്ടുമടക്കി പാട്ടുപാടി, ഓരോരുത്തരായി വചനം വായിച്ച്, ഓരോരുത്തരായി പ്രാർത്ഥിച്ചെഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറഞ്ഞു പോകുന്ന അനുഭവം എത്ര സന്തോഷമെന്നറിയാവോ? പണ്ട് ആത്മീക അനുഭവങ്ങളിൽ നിലനിന്ന സകല ആത്മീക ഭവനങ്ങൾക്കകത്തും ഈ അനുഭവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കാലങ്ങൾ പിന്നിട്ടപ്പോൾ ആമേൻ വാർത്താ വീടും കിടക്കയ്ക്കുള്ള സൗകര്യങ്ങളും ആമേൻ AC റൂമുകളും സാഹചര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയപ്പോൾ പഴയ പ്രാർത്ഥന നമുക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, നമ്മുടെ എത്ര പേരുടെ വീട്ടിൽ മക്കളോട് ഒരുമിച്ച് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്? ഹല്ലേലൂയ. യുവവാസ മീറ്റിംഗിന്റെ 6ാം നാൾ നിങ്ങളോട് പറയുന്നു, ഇതുവരെ നിങ്ങൾക്ക് മങ്ങിപ്പോയ ആ കൃപ ഏറ്റെടുത്ത് നാളെ മുതൽ ഇത് ഭവനത്തിനകത്തൊന്ന് സ്ഥാപിതമാക്കാൻ ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? പ്രസംഗം കേട്ട് മാർക്കിട്ടേച്ച് പോകാൻ ഇന്ന് രാത്രി തയ്യാറാകരുത്. ഈ കേൾക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവകൃപ പ്രാപിച്ച ദൈവജനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആമേൻ 10 മണി കഴിയും. ചില ദിവസങ്ങൾ എത്തുമ്പോൾ 12 മണി. കഴിഞ്ഞ ദിവസത്തിൽ ഒരു ദിവസം ഞാൻ എത്തിയത് രാത്രി 12:45. എങ്കിലും രാവിലെ 5:30 എഴുന്നേൽക്കും, മക്കളെ വിളിച്ചുണർത്തും, പായെടുത്തിടും. വീട്ടിൽ ബാൻഡുണ്ട്. ഒരുമനപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച്, ഓരോരുത്തരായി വചനം വായിച്ച്, ഓരോരുത്തരായി പ്രാർത്ഥിച്ച്, ആമേൻ മക്കളെ നോക്കി പറയും, മക്കളെ ഐ ലവ് യു, ഗോഡ് ബ്ലസ് യു. അവര് തിരിച്ചു പറയും, പപ്പാ ഐ ലവ് യു, ഗോഡ് ബ്ലസ് യു. സ്തോത്രം. ഇത് പറഞ്ഞിട്ടാ ഞങ്ങൾ പായിന്ന് എഴുന്നേറ്റ് പോകുന്നേ. ഇന്ന് രാത്രി വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണം ആമേൻ ഞങ്ങളുടെ മാതാപിതാക്കൾ കൈമാറിയ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവത്തിൽ ഇതുവരെ വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാനിടയാക്കിയത്. ഹല്ലേലൂയ. വഴിയോരങ്ങളിൽ കലുങ്കയിലിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ ഐ ലവ് യു പറയുന്ന ആമേൻ സ്തോത്രം, ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഐ ലവ് യു കേട്ടവർ വീണു പോകാതിരിക്കണമെങ്കിൽ തലമുറകൾക്ക് രാവിലെ തോറും ആ ഐ ലവ് യു ഒന്ന് കൊടുക്ക്. രാവിലെ മക്കളെ നോക്കി പറ, മക്കളെ ഐ ലവ് യു, ഗോഡ് ബ്ലസ് യു. മക്കളെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്ക്, ഐ ലവ് യു, ഗോഡ് ബ്ലസ് യു എന്ന്. സ്തോത്രം. അവർ പാപത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിപ്പോകാതിരിപ്പാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഭവനങ്ങൾക്കകത്ത് പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാ പ്രാർത്ഥനയും സമയങ്ങൾ വേർതിരിച്ചുള്ള പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ഉണ്ടാക്കിയെടുക്കുക. ഈസഹാക്കിനെ പോലെ, അബ്രഹാമിനോട് ചേർന്ന മകനെ പോലെ നമ്മുടെ തലമുറകൾ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിന് അവരെ വിശ്വാസത്തിൽ നിലനിർത്ത്. ഞാൻ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും, ഞാൻ വാദോരാല പ്രസംഗിച്ചിട്ട് ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാനെടുത്ത വേദപുസ്തകം എൻ്റെ തലമുറ മാറോട് ചേർത്ത് പിടിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥം. ലോകം മുഴുവൻ നേടിയിട്ട് കുടുംബത്തെ നേടാൻ കഴിയാതെ പോയാൽ നമ്മൾ പരാജയപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത്, അവൻ ജീവിത അനുഭവത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന വലിയൊരു ആഗ്രഹവും അതാണ്. വേറെ ഒന്നും നേടിയില്ലേലും ദൈവമേ, ഞങ്ങൾ പിന്തുടരുന്ന, ഞങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുന്ന ഈ വേദപുസ്തകം മാറോട് ചേർത്ത് പിടിക്കാൻ, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ, ഞങ്ങളുടെ തലമുറകൾ കൂടെ ഉള്ളതിൽ പ്രതി വേറൊരു നന്മ ഉലകത്തിലില്ല. അതിന് പകരം വയ്ക്കാൻ വേറൊരു നന്മയില്ല. ഹല്ലേലൂയ. ലോകം മുഴുവൻ അടക്കി പിടിക്കുന്നതിനേക്കാൾ, ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ യോശുവ ഭക്തൻ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞ വാക്കുകൾ യെശയ്യാ പ്രവചനം 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോനിൽ അധിവസിക്കുന്ന യഹോവയാൽ ഇസ്രായേലിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമാകുന്നു.
സ്തോത്രം. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോനിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാൽ ഇസ്രായേലിൽ ഞാനും എൻ്റെ കുടുംബവും അത്ഭുതങ്ങളും അടയാളങ്ങളും. ദൈവത്തെ സേവിക്കുന്ന സ്നേഹിക്കുന്ന വാഗ്ദത്തത്തിന്റെ അനുഭവം പ്രാപിച്ച ദൈവസഭയോട് ദൈവജനത്തോട് പറയുന്നു, ദർശനപ്രകാരം ഇറങ്ങിത്തിരിച്ച വാത്സല്യ കുടുംബങ്ങളെ, നിങ്ങൾ പാർക്കുന്ന ദേശത്തൊരു അത്ഭുതമായി മാറണം, ഒരടയാളമായി മാറണം. നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥനാ കൂടാരങ്ങളായി മാറണം. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആത്മീക ഭവനങ്ങളാക്കി മാറ്റണം. നമ്മുടെ തലമുറ നമ്മോടൊപ്പം കൈകോർത്ത് പിടിച്ച് വേദപുസ്തകം മാർവോട് ചേർത്ത് പിടിച്ച് വിശ്വാസ ദൈവകൃപയിൽ ശുഷ്കാന്തിക്കേണ്ടതിന് എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ആ യാത്രയിൽ അബ്രഹാം പറഞ്ഞ വാക്കിന് കീഴ്പ്പെട്ട് മലയുടെ മുകളിലെത്തി കല്ലുകൾ പിറക്കി വെച്ച് യാഗപീഠം പണിതു. യാഗവസ്തുവായി ഇസഹാക്കിന് അർപ്പണം ചെയ്യേണ്ടതിന് കരമുയർത്തുമ്പോൾ കരത്തെ തടുത്തുകൊണ്ടൊരു ശബ്ദം, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനൊരു ദോഷവും നീ ചെയ്യരുത്, നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നു എന്ന് ഇതിനാൽ ഞാൻ അറിയുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട അവൻ മൃഗത്തെ പിടിച്ച് ആ യാഗപീഠത്തിൽ അർപ്പണം ചെയ്ത് ബാല്യക്കാരോട് പറഞ്ഞതുപോലെ, ഞാനും മകനും യാഗം കഴിച്ച് മടങ്ങി വരുമെന്ന് പറഞ്ഞതുപോലെ രണ്ടുപേരും തിരിച്ചു വന്നു. ശ്രദ്ധിച്ചേ, വിളിക്കകത്ത് ഇങ്ങനെ ഒരു കഷ്ടതയുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തിയില്ല. ഇങ്ങനൊരു കരുതല പർവ്വത മുകളിൽ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയില്ല. ദർശനം പ്രാപിച്ച ദൈവമക്കളോട് പറയുന്നു, ജീവിതത്തിൽ ദർശനത്തോടൊപ്പം കഷ്ടതയുണ്ട്. കഷ്ടതയോടൊപ്പം നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നമ്മൾ ഇറങ്ങിയത് കരുതലിന് വേണ്ടി മാത്രമല്ല, കഷ്ടതയോടുകൂടിയ ദൈവിക കരുതലിന് വേണ്ടി ഇറങ്ങിയവരാണ് ദൈവകൃപ പ്രാപിച്ച ദൈവജനം. ദർശനത്തോടൊപ്പം യാത്ര ചെയ്ത മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകനായ ഇസഹാക്കിനെയും ദൈവകൃപയും നിലനിർത്തി. വിശ്വാസത്തിന്റെ പന്താവിൽ അദ്ദേഹത്തെ കരം പിടിച്ചുയർത്തി. ഗെരാറിൽ അദ്ദേഹം വിതച്ചു. 100 മേനി ഫലവത്തായി വിളവെടുപ്പുണ്ടായി. ദേശക്കാർക്ക് ഇസഹാക്ക് നിമിത്തം ഭയമുണ്ടായി. അവർ ഇസഹാക്കിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: വാസ്തവത്തിൽ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്നും ആമേൻ, നിങ്ങളെപ്പോലൊരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞ് ദേശത്തിലെ രാജാക്കന്മാർ വന്ന് ഇസഹാക്കിന്റെ മുമ്പിൽ സമാധാനം അന്വേഷിപ്പാൻ ഇടയായത് ദൈവപുരുഷനായ അബ്രഹാം കൈമാറിയ ദൈവകൃപയാണ്. ഇസഹാക്ക് തന്റെ മകനായ യാക്കോബിനെയും ദൈവസ്നേഹത്തിൽ വളർത്തി, ദൈവകൃപയിൽ മുന്നോട്ട് കൊണ്ടുപോയി. തലമുറ തലമുറയായി കൈമാറുന്ന വിശ്വാസം. തീമോഥെയോസിന്റെ ലേഖനം, 2-ാമത്തെ ലേഖനം വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് പറയുന്ന ഒരു സന്ദേശമുണ്ട്. നിന്റെ വല്യമ്മ ചിലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്ന അതിവിശുദ്ധ വിശ്വാസം നിന്നിലുമുണ്ടെന്ന് ഞാൻ കാണുന്നു. നിന്നിലുള്ള ദൈവകൃപയെ, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. വലിയമ്മച്ചിയിലുണ്ടായിരുന്ന വിശ്വാസം അമ്മയിലേക്ക് കൈമാറി, അമ്മയിലുണ്ടായ വിശ്വാസം മകനിലേക്ക് കൈമാറി. 3-ാം തലമുറക്കാരനോട് പറയുകയാണ്, നിന്നിലുള്ള വിശ്വാസത്തെ നീ ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തെ നിലനിൽക്കുന്ന ദൈവമക്കളെ, തലമുറ തലമുറയായി വിശ്വാസം കൈമാറിയാൽ വാഗ്ദത്തം തലമുറ തലമുറയായി കൈമാറപ്പെടും. എവിടെയാണോ വിശ്വാസത്തിന് തലമുറ മാറുന്നത്, അവിടെ വാഗ്ദത്തം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാ. അപ്പനായ അബ്രഹാമിനുള്ള വാഗ്ദത്തം യാക്കോബിലേക്ക് കൈമാറാൻ കാരണമെന്ത്, ഇസഹാക്കിൽ കൈമാറാൻ കാരണമെന്ത്, യാക്കോബിൽ കൈമാറാൻ കാരണമെന്ത്, 12 തലമുറകളിലേക്ക് കൈമാറാൻ കാരണമെന്ത്, അവർ വിശ്വാസത്തിൽ നിലനിന്നതാണ്. ഹല്ലേലൂയ. അവൻ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ അനുഭവം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അമ്മ യാക്കോബിനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മക്കളെ, ഒരേ ദിവസം നീയും നിന്റെ ജ്യേഷ്ഠനും ഒരേ ദിവസം എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന്? ആ സംഭവങ്ങൾ ഞാൻ വിവരിക്കുന്നില്ല, നമുക്കറിയാം. അപ്പൻ്റെ മുമ്പിൽ വസ്ത്രധാരണം മാറ്റി നടത്തി അപ്പൻ്റെ അനുഗ്രഹം പ്രാപിച്ച് മാറി നിൽക്കുന്ന യാക്കോബിനോട് ഇസഹാക്ക് പറഞ്ഞ വാക്കുകൾ, തൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ: മക്കളെ, 2 പേര് ഒരേ ദിവസം എനിക്ക് നഷ്ടപ്പെടുന്നതിന് നീ പൊയ്ക്കൊള്ളുക.
ആമേൻ, നിന്റെ അമ്മായിയപ്പന്റെ വീട്ടിലേക്ക്, ലാബാന്റെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക. നിന്റെ ജ്യേഷ്ഠന്റെ കോപം ശമിക്കുമ്പോൾ ഞാൻ നിന്നെ ആളയച്ച് വിളിപ്പിക്കാം. അങ്ങനെ യാത്ര പോകയിൽ 28-ാമത്തെ അധ്യായം, ബേർശേബയ്ക്കുൾപ്പെട്ട ഒരു മരുഭൂമിയിൽ ഒരു കല്ലെടുത്ത് വെച്ച് തലയണയായി വെച്ച് കിടന്നുറങ്ങുന്ന രാത്രി, സ്വർഗം തുറന്നിരിക്കുന്നതും ഭൂമിന് സ്വർഗത്തോളം എത്തുന്ന ഗോവേണി, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദർശനം പ്രാപിച്ച് യാത്ര ചെയ്ത ദൈവഭക്തൻ. അവിടെ വെച്ച് ദൈവം തന്നോട് പറഞ്ഞത്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ കാത്തി രാജ്യത്തേക്ക് മടക്കി വരുത്തും. ദർശനം പ്രാപിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യൻ. നീണ്ട 20 വർഷം ലാബാന്റെ വീട്ടിൽ പാർത്തു. അമ്മ പറഞ്ഞ ആൾ ഇതുവരെ വന്നില്ല. അന്ന് ഫോൺ സംവിധാനങ്ങളില്ല. നമുക്കറിയാം, പഴയ കാലഘട്ടത്തിൽ വിദേശത്തിരിക്കുന്ന നമ്മുടെ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു കത്തിവിടെ നയിക്കുക, പോയിട്ട് ഇങ്ങോട്ടൊരു മറുപടിയും കിട്ടിയില്ല, സുഖമായി എത്തിയെന്ന് വിശ്വസിക്കുന്നു, ഞങ്ങളൊക്കെ ഇവിടെ സുഖത്തിലാ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കുഞ്ഞുങ്ങളൊക്കെ നന്നായിരിക്കുന്നു എന്നൊക്കെ എഴുതി. അച്ഛൻ സുഖമായിരിക്കുന്നു, പിന്നെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ്, ഭക്ഷണമൊക്കെ എങ്ങനെയാ, ജോലിയൊക്കെ എങ്ങനെയാ, ഈ കത്തെഴുതിയാൽ ഇതിൻ്റെ മറുപടി വരാൻ 2 മാസം കാത്തിരിക്കണം. സ്തോത്രം. പണ്ടത്തെ ഇല്ലൻ്റെ സംവിധാനം, ഇന്നത്തെ കുഞ്ഞുങ്ങളോട് ഇല്ലൻ്റെ എന്ന് പറഞ്ഞാൽ അവർക്കറിയത്തില്ല. സ്തോത്രം. ഇല്ലൻ്റെ മേടിച്ച് ഇരുപുറവും എഴുതി അതിനെ അയച്ച് അതുപോലൊരു ഇല്ലൻ്റെ തിരിച്ചു വരാൻ 2 മാസം വീണ്ടും കാത്തിരിക്കണം ഒരു മറുപടിക്ക്. യാക്കോബിന്റെ കാലത്ത് ഇല്ലൻ്റെ സംവിധാനവുമില്ല, ആള് പോയി പറയണം. അമ്മ പറഞ്ഞത് അതാണ്, മക്കളെ, ജ്യേഷ്ഠന്റെ കോപം ശമിപ്പിക്കുമ്പോൾ ഞാനൊരാളെ അയക്കും, അപ്പോഴും നീ ഇങ്ങോട്ട് വന്നാ മതി. നീണ്ട 20 വർഷം ആളെ കാത്തിരിക്കുക. അമ്മ പറഞ്ഞ ആൾ ഇതുവരെ വന്നില്ല. 20ാമത്തെ വർഷം മരുഭൂമിയിൽ തനിക്ക് പ്രത്യക്ഷനായ ദൈവം, ദർശനം നൽകിയ ദൈവം യാക്കോബിനോട് പറയണം, യാക്കോബേ, ലാബാന്റെ വീട്ടിൽ പാർത്തത് മതി. ബേഥേലിൽ നിനക്ക് ഞാൻ പ്രത്യക്ഷനായ സ്ഥലത്ത് വന്ന് അവിടെ നീ എനിക്കൊരാലയം പണിത് അവിടെ എനിക്ക് യാഗം അർപ്പിക്കണമെന്നുള്ള വാക്കിൻ പ്രകാരം വീട് വിട്ടിറങ്ങിയ യാക്കോബ്, ഹല്ലേലൂയ, ദർശനപ്രകാരം യാത്ര ചെയ്ത ഭക്തനായ മനുഷ്യൻ. അദ്ദേഹത്തിന് ദൈവം നൽകിയ 12 തലമുറ, അതിൽ റാഗേലിന്റെ മകനായ ദൈവഭക്തനായ യോസേഫ്, അപ്പന്റെ ഇഷ്ടപുത്രൻ, സ്നേഹിച്ചും ലാളിച്ചും പോറ്റിപ്പുലർത്തിയ ആദ്യജാതൻ, 2ാമത്തെ മകൻ ബെനോനി, അഥവാ ബെന്യാമീൻ. ജനനത്തിങ്കൽ തന്നെ ബെനോനി എന്ന പേരിട്ടിട്ട് അമ്മ നഷ്ടപ്പെട്ടു. അമ്മയുടെ സ്നേഹവും അപ്പന്റെ സ്നേഹവും ഒന്നുപോലെ നൽകി 2 തലമുറകളെയും വളർത്തിക്കൊണ്ടുവരുമ്പോൾ ലേയയുടെ മക്കളായ 10 മക്കൾ, ദാസിമാരിന്ന് ജനിച്ചതായ മറ്റു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 12 ആൺമക്കളും 1 മോളും ഉൾപ്പെടുന്ന 13 തലമുറകളിൽ ദൈവപുരുഷനായ യോസേഫ് എന്ന റാഗേലിന്റെ മൂത്ത മകൻ ദൈവകൃപയിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യനും ദൈവസ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കിയ മനുഷ്യനും കൂടാരവാസിയുമായി അപ്പനോടൊപ്പം നിൽക്കുന്ന കാലം ഒരു ദർശനം കണ്ടു. ദർശനം 1 അല്പക്കഴിഞ്ഞൊന്നുകൂടെ ആരംഭ ദർശനം. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസേഫിനെ നമസ്കരിക്കുന്ന ദർശനം. 2ാമത്തെ ദർശനം, വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. യോസേഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. 11 കറ്റകൾ തന്നെ നമസ്കരിക്കുന്ന ദർശനം. ആദ്യം കണ്ട ദർശനം വീട്ടിൽ വന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൻ ചോദിച്ചു, മക്കളെ, നീ കാണുന്ന ഈ സ്വപ്നമൊക്കെ എന്തോന്ന് സ്വപ്നവാ? നിന്റെ അപ്പൻ, നിന്റെ അമ്മ സൂര്യനും ചന്ദ്രനും, പിന്നെ 12 നക്ഷത്രങ്ങൾ, 11 നക്ഷത്രങ്ങൾ, നിന്റെ സഹോദരങ്ങൾ നിന്നെ നമസ്കരിക്കുമോ? ദൈവിക ദർശനം പ്രാപിച്ച യോസേഫിനോട് ദർശനമുള്ള യാക്കോബ് പറഞ്ഞ മറുപടിയാണ്, വ്യാഖ്യാനമാണ്. മക്കളെ, നീ കാണുന്ന സ്വപ്നമെന്താ, ദർശനമെന്താ? ഞങ്ങൾ നിന്നെ നമസ്കരിക്കുമോ? ഒറ്റ മറുപടി, അപ്പ എനിക്കറിയത്തില്ല, ദൈവം തന്ന ദർശനം ഇതാ. ചില നാളുകൾ കഴിഞ്ഞു, ചില ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്തൊരു ദർശനം. വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. യോസേഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. ബാക്കി 11 കറ്റകൾ തന്നെ നമസ്കരിക്കുന്നു. ഈ സ്വപ്നം വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാർ പറഞ്ഞത്,
എടോ, നീ കാണുന്ന സ്വപ്നം എന്താ? ഞങ്ങൾ 11 പേര് നിന്നെ നമസ്കരിക്കുമോ? ആമേൻ. ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ സഹോദരന്മാർ ദർശന വ്യാഖ്യാനത്തിന് പിമ്പിലല്ല. പിതാവായ യാക്കോബ് ദർശന വ്യാഖ്യാനത്തിന് പിന്നിലല്ല. യോസേപ്പ് കണ്ട സ്വപ്നം അതുപോലെ അവിടെ അവതരിപ്പിച്ചപ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇന്ന് രാത്രി മനസ്സിലാക്കൂ, ദർശനമുണ്ടോ നിന്റെ പിന്നിൽ ശത്രുക്കൾ അനവധിയാണ്. ദർശനം ജീവിതത്തിലുണ്ടോ? പ്രതിസന്ധികൾ വലുതാണ്. അതാ ഞാൻ പറഞ്ഞത്, ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു. ദർശനം സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ആമേൻ. അത് വരും നിശ്ചയം. വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക. അത് നിശ്ചയമായി നിന്നെ തേടി വന്നിരിക്കും. അതിന് വൈകിയെന്ന് തോന്നലുണ്ടാകാം. അധൈര്യപ്പെടരുത്. ദൈവത്തിൻ്റെ സമയം നിങ്ങളുടെ സമയമല്ലായികയാൽ നമുക്കത് വൈകിയെന്ന് തോന്നും. ദൈവം അതിൻ്റെ കൃത്യസമയത്ത് നമുക്കത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ദർശനം കണ്ട അന്നു മുതൽ സഹോദരന്മാർ പേര് മാറ്റി. അപ്പനിട്ട പേര് യോസേപ്പ്, സഹോദരന്മാരൊരു പേരിട്ടു സ്വപ്നക്കാരൻ. സ്തോത്രം. ആമേൻ. നമുക്കറിയാം, ദൈവത്തെ ആരാധിപ്പാൻ പെന്തക്കോസ് അനുഭവത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു പേരുണ്ട്. ഈ പേരെല്ലാ ആൾക്കാർ പിന്നെ വിളിക്കണം. ആണ്ടെ സ്തോത്രം പോകുന്നു, ഇല്ലേ? സ്തോത്രം. ആണ്ടെ തുള്ളാൻ പോകുന്നു, ആണ്ടെ പെന്തക്കോസ് പോകുന്നു. ഇതൊക്കെ ഞങ്ങൾ കൊച്ചിയിലെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ആൾക്കാർ നമ്മുടെ പേര് മാറ്റി. എപ്പോൾ? ഒരു ദർശനമുണ്ടായപ്പോൾ. ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദർശനമുണ്ടോ നാട്ടുകാർ പേര് മാറ്റിയിടും. സഹോദരന്മാർ വേറൊരു പേരിട്ടു, സ്വപ്നക്കാരൻ. സ്തോത്രം. ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, 8 തര വസ്ത്രങ്ങൾ മാറി മാറി ഉടുത്ത ദർശനമുള്ള ഒരു മനുഷ്യനായിരുന്നു യോസേഫ്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. 8 ജോഡി വസ്ത്രം ഉണ്ടായിരുന്നെന്നല്ല പറഞ്ഞത്, സാഹചര്യം ഉടിപ്പിച്ച 8 തര വസ്ത്രം. ദർശനമുണ്ടോ? കഷ്ടത ജീവിതത്തിലുണ്ട്. ആമേൻ. ദർശനം കണ്ട് ദൈവകൃപയിൽ നിൽക്കുന്ന കാലത്ത് കുടുംബ പശ്ചാത്തലം ഇടയന്മാരാകയാൽ ഒരു ഇടയവേഷം യോസേപ്പിനുണ്ടായിരുന്നു. സഹോദരന്മാരെല്ലാവരും ആടിനെ തീറ്റുകാരാ. അന്നത്തെ സമ്പത്ത് മൃഗസമ്പത്താണ്. വെള്ളിയും പൊന്നും മൃഗസമ്പത്തുമാണ് അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥ. നമുക്കറിയാം, നമ്മൾ ചരിത്രം പഠിച്ചപ്പോൾ പഠിച്ച ഒരു കാര്യമുണ്ട്, ബാർട്ടർ സമ്പ്രദായം. ഒരു സാധനം കൊടുത്ത് മറ്റൊന്ന് വാങ്ങുക. നാണ്യ വ്യവസ്ഥ വരുന്നതിന് മുമ്പ് എൻ്റെ വിളയിൽ നെല്ല് വിളയുന്നുണ്ടെങ്കിൽ നെല്ല് കൊടുത്ത് മറ്റൊരാളിൻ്റെ പുരയിടത്തേക്കുന്ന തേങ്ങ എനിക്ക് വാങ്ങാം. എൻ്റെ പുരയിടത്ത് തേങ്ങയിൽ തെങ്ങില്ല. എൻ്റെ പറമ്പിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്താണോ ആവശ്യം അതിന് പകരം മറ്റൊന്ന് കൊടുത്ത് വാങ്ങുന്നതാണ് ബാർട്ടർ സമ്പ്രദായം. ഇങ്ങനെ ആ കാലഘട്ടത്തിൽ നാണ്യ വ്യവസ്ഥ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ മൃഗസമ്പത്തും ധനസമൃദ്ധികളും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആടിനെ തീറ്റുകാരാണ് കുടുംബാംഗങ്ങൾ. അതുകൊണ്ട് ജന്മനാൽ സിദ്ധിച്ച വേഷം ഇടയവസ്ത്രം. ഒന്നാമത്തെ വസ്ത്രം യോസേഫ് ധരിച്ചത് ഇടയവസ്ത്രം. രണ്ടാമത്, സ്നേഹം അപ്പന് മൂത്തപ്പോൾ അപ്പൻ വളരെ സ്നേഹത്തിൻ്റെ പ്രതീകമായി തയ്പ്പിച്ചു കൊടുത്ത നിലയങ്കി, രാജകീയമായ ഒരു വസ്ത്രത്തിന് തുല്യമായ നിലയങ്കി. ഈ നിലയങ്കി നിമിത്തം സഹോദരന്മാർക്ക് യോസേപ്പിന് അസൂയയായി. യോസേപ്പിനോട് ഭയങ്കര അസൂയ തോന്നി. ദർശനം കൊണ്ട് അസൂയ, നിലയങ്കി കൊണ്ട് അസൂയ. സ്തോത്രം. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം സഹോദരന്മാരെ കാണേണ്ടതിന് ഭക്ഷണ സാധനങ്ങൾ നൽകി വനാന്തരങ്ങൾ താണ്ടി, കാടുകൾ താണ്ടി, കുറ്റിക്കാടുകൾ താണ്ടി യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ചെല്ലുകയും കൊടുത്തയച്ച മുന്തിരിയടകളും അത്തിയടകളും ഇതൊക്കെയായിട്ട് യോസേഫ് യാത്ര ചെയ്ത് സഹോദരന്മാരുടെ അരികിലെത്തി. 11 പേരും ദൂരെ വെച്ച് സഹോദരനായ യോസേപ്പിനെ കണ്ട് അവർ പറഞ്ഞു, ഗൂഢാലോചന ഇങ്ങനെയാണ്. ആണ്ടേ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, ആണ്ടേ ആ പെന്തക്കോസ് വരുന്നുണ്ട്. സ്തോത്രം. തുള്ളാൻ പോയച്ച് വരുക എന്നതുപോലെ അവിടെ പറയുകയാണ്, ആടെ യോസേപ്പ് വരുന്നുണ്ട്, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, ഇവന്റെ സ്വപ്നം എന്താകുമെന്ന് നോക്കാം. അപ്പം തയ്പ്പിച്ചു കൊടുത്ത നിലയെങ്കിൽ അവർ ഊരിയെടുത്തു. യോസേപ്പിനെ ഒരു പൊട്ടക്കുഴിയിൽ തള്ളി. അവിടുന്ന് വീണ്ടും കരയ്ക്ക് പിടിച്ചയറ്റി കൊല്ലാൻ ശ്രമിച്ചതാ. രൂപേന്റെ ഇടപെടൽ നിമിത്തം കരയ്ക്ക് കയറ്റി. അദ്ദേഹത്തെ 20 വെള്ളിക്കാശിന് വിറ്റു. ശ്രദ്ധിച്ചേ,
സഹോദരങ്ങൾ യോസേപ്പിൽ കണ്ട വില 20 വെള്ളിക്കാശ്. ദർശനമുള്ളവന് ലോകമിട്ട ഒരു വിലയുണ്ട്, രക്തബന്ധങ്ങൾ നൽകിയൊരു വിലയുണ്ട്. പക്ഷേ ആ വിലയിൽ ഒതുങ്ങുന്നവനല്ല ദർശനമുള്ളവൻ. ദർശനം പ്രാപിച്ച യോസേഫിനെ വിറ്റത് ഒരു കച്ചവട സംഘത്തിനാണ്. ഒന്നാ ഭാഗമൊന്ന് വായിച്ചുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ ഏത് ഭക്ഷണം? യോസേഫ് കൊണ്ടുവന്ന ഭക്ഷണം. ദർശനമുള്ളവൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി. ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേല്യരുടെ കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യഹൂദ സഹോദരന്മാരോട്, നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് നമുക്ക് എന്തോന്ന് പ്രയോജനം? വരുവീൻ, നാം അവനെ ഇസ്മായേല്യർക്ക് വിൽക്കാം, അവന്റെ മേൽ കൈവയ്ക്കരുത്. ശ്രദ്ധിച്ചേ, സഹോദരന്മാർ ഇസ്മായേല്യ കച്ചവടക്കാർക്ക് യോസേഫിനെ വിറ്റു. 20 വെള്ളിക്കാശ് വാങ്ങി പോക്കറ്റിലിട്ടു. ഈ കാശും കൊണ്ട് നേരെ അപ്പന്റെ അടുക്കൽ വന്നു. ഒപ്പം നിലയങ്കി, രക്തക്കറ പുരണ്ട ഒരു നിലയങ്കിയും കരത്തിൽ കൊടുത്തേച്ച് പറഞ്ഞപ്പാ, ഈ അങ്കി ആരുടേതെന്ന് നോക്ക്. അപ്പം പറഞ്ഞത് യോസേഫിൻ്റെത്. എവിടുന്നാടാ ഇത് കിട്ടിയേ? അത് വഴിയിലേതോ ദുഷ്ടമൃഗം കടിച്ചു കീറി യോസേഫിനെ കൊന്ന് തിന്നിരുന്നു. നിലയങ്കി മാത്രം കിട്ടി, അതും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഈ നിലയങ്കി മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടി കരയുമ്പോൾ അവർ വിറ്റ 20 വെള്ളിക്കാശ് അവരുടെ സഞ്ചിയിൽ കിളങ്ങുന്നുണ്ട്. യോസേഫിന് അന്ന് മിദ്യാന്യ കച്ചവടക്കാർ, ഇസ്മായേല്യ കച്ചവടക്കാർ ഒരു വസ്ത്രം ധരിപ്പിച്ചു, അടിമ വസ്ത്രം. അവൻ വസ്ത്രം 3 അല്ലേ? 1 ഇടയ വസ്ത്രം, 2 അപ്പൻ നൽകിയ നിലയങ്കി, 3 സഹോദരന്മാർ കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ അടിമ കച്ചവടം നിലനിൽക്കുന്ന കാലത്ത് മിദ്യാന്യ കച്ചവടക്കാർ യോസേഫിനെ ഉടുപ്പിച്ച 3ാമത്തെ വസ്ത്രം അടിമത്വത്തിൻ വസ്ത്രം. ഒരടിമയായി സുഗന്ധപ്പശ, സാമ്പ്രാണി, സന്നിനായകം തുടങ്ങിയ വിശേഷമായ സുഗന്ധദ്രവ്യങ്ങൾ ഒട്ടകപ്പുറത്ത് കയറ്റി വിൽപ്പനയ്ക്കായി മിസ്രൈമിലേക്ക് പോകുന്ന കച്ചവടക്കാരോടൊപ്പം യോസേഫ് യാത്ര ചെയ്യുക. ഒരു മൃഗത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് പോലെ അടിമയായി യോസേഫിനെ വിലങ്ങ് വെച്ച് അടിമവേഷം ധരിപ്പിച്ച് മിസ്രൈമിലെ ഒരു പബ്ലിക് മാർക്കറ്റിൽ കൊണ്ടുചെന്ന് ഒരു തൂണയിൽ കെട്ടി നിർത്തി. അടിമകളെ വാങ്ങുവാൻ മിസ്രൈമിലെ മന്ത്രിയായ പൊത്തിഫേറ ഈ ചന്തയിലെത്തി. ഈ പബ്ലിക് മാർക്കറ്റിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കവേ കോമളരൂപിയായി സൗന്ദര്യപൂർണനായ 17 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് നിപ്പുണ്ട്. ഇഷ്ടമായി. അവന്റെ സൗന്ദര്യം കണ്ട് അദ്ദേഹം അങ്ങ് വീണു. യോസേഫിനെ ചെന്ന് നോക്കിയേച്ച് കച്ചവടക്കാരോട് ചോദിച്ചു, എത്ര രൂപയ്ക്ക് ഇവനെ കൊടുക്കും? കച്ചവടക്കാർ പറഞ്ഞ വില എത്രയെന്ന് രേഖയില്ല. എന്തായാലും നല്ല മുതൽ കൊടുത്ത് പൊത്തിപ്പേറ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. സഹോദരന്മാർക്ക് ഇവനിൽ കണ്ട വില 20 വെള്ളിക്കാശെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് വിലയ്ക്ക് യോസേഫിനെ പൊത്തിഫേറയ്ക്ക് കൈമാറി. പൊത്തിഫേറ വീട്ടിൽ കൊണ്ടുപോയി അവനൊരു വേഷം നൽകി, ദാസവേഷം. അദ്ദേഹം അന്നു മുതൽ ആ വീട്ടിലെ ദാസനാ. ഒരു ദാസനായി വീട്ടിലെ വേലകൾ മുഴുവൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന കാലം ഓർത്തോ, ദർശനമുണ്ടെങ്കിൽ കഷ്ടത വലുതാൻ. ദാസനായി ഇവിടെ വേല നിവർത്തി ചെയ്യുമ്പോൾ യോസേഫിന്റെ ഓരോ കാൽച്ചുവടുകളെയും പൊത്തിഫേറ ശ്രദ്ധിച്ചു. അവന്റെ ഓരോ പ്രവൃത്തിയിലും ഒരു ദൈവ സാന്നിധ്യം കണ്ടു. അവൻ അകത്ത് കയറിയാൽ ഒരു അനുഗ്രഹം, പുറത്തു പോയാൽ ഒരു അനുഗ്രഹം, വയലിൽ അവൻ ചെന്നാൽ അതിനകത്തൊരു നന്മ, മൃഗശാലയിൽ അവൻ ചെന്നാൽ അവിടെ ഒരു അഭിവൃദ്ധി. എവിടെയെല്ലാം അവനെ കൊണ്ടു നിർത്തിയാലും ഏൽപ്പിക്കുന്ന കാര്യത്തിൽ നഷ്ടമില്ല, ലാഭമേ ഉള്ളൂ.
ദർശനമുള്ളവൻ എവിടെ ചെന്നാലും അവൻ മുഖാന്തരം നഷ്ടമല്ല. ഏത് വീട്ടിൽ കാലുവെച്ചാലും അവൻ മുഖാന്തരം ഒരു ദൈവപ്രവൃത്തി ആ വീട്ടിനകത്ത് നടന്നിരിക്കും. മരണത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടവന്റെ മരണം മാറും. ബാധ്യതകൾ പേര് നെടുവീർപ്പെടുന്നവന്റെ ബാധ്യതയ്ക്ക് ശമനം വരും. ജീവിതത്തിൽ സമാധാനമില്ലാതെ അലയുന്നവന്റെ വീട്ടിൽ സമാധാനമുണ്ടാകും. സ്വസ്ഥതയില്ലാതെ കഴിയുന്നവന്റെ വീട്ടിൽ സ്വസ്ഥതയുണ്ടാകും. കാരണമെന്ത്? നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വലിപ്പം വലുതാണ്. സഹോദരങ്ങൾക്ക് മനസ്സിലാകാത്ത, രക്തബന്ധങ്ങൾക്ക് മനസ്സിലാകാത്ത ദൈവകൃപയുടെ അലവറ്റ സാന്നിധ്യം, കൃപ പ്രാപിച്ച ദർശനമുള്ള ഒരു ദൈവത്തിന്റെ ഉള്ളിലുണ്ടെന്ന് ഇന്ന് രാത്രി അറിയുക. ഒരു മനുഷ്യന് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത, വിലപേശി നിശ്ചയിക്കാൻ കഴിയാത്ത ദൈവകൃപയുടെ അളവറ്റ വലിപ്പം ദർശനമുള്ളവന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഈ വീട്ടിൽ യോസേഫ് ഒരു ദാസവേഷം ധരിച്ച് തൻ്റെ വേലകൾ നിവർത്തിക്കുമ്പോൾ യോസേഫിന്റെ ഓരോ പ്രവൃത്തിയിലും ദൈവത്തിന്റെ സഹിത്വം, ദൈവസാന്നിധ്യം അനുഭവിച്ച പൊത്തിപ്പേറ യോസേഫിന് പറഞ്ഞു, യോസേഫേ, ഇനി നീ ഇവിടെ ഒരു ദാസനായിരിക്കണ്ട, നിന്നെ ഞാനൊരു കാര്യവിചാരകനാക്കി മാറ്റാൻ പോവുക. നീ ഇനി ഇവിടെ വേല ചെയ്യണ്ട, വേല ചെയ്യുന്നവരുടെ മേലധികാരിയായിരുന്നാ മതി. എൻ്റെ കുടുംബത്തെ ഒഴികെ സകല കാര്യങ്ങളും നിന്നെ ഞാൻ ഏൽപ്പിക്കുക. അന്നൊരു വസ്ത്രം കിട്ടി, കാര്യവിചാരക വസ്ത്രം. ഹല്ലേലൂയ. കണ്ടോ, സാഹചര്യങ്ങൾ നൽകുന്ന വസ്ത്രം, സാഹചര്യങ്ങൾ ഉടുപ്പിച്ച വസ്ത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതുപോലെ സാഹചര്യങ്ങൾ നിങ്ങളെയും പലതും ഉടുപ്പിച്ചിട്ടില്ലേ? സാഹചര്യങ്ങൾ പലതും നിങ്ങളെ കേൾപ്പിച്ചിട്ടില്ലേ? സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പലതും കൈമാറിയിട്ടില്ലേ? ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദർശനമുണ്ടോ? സാഹചര്യങ്ങൾക്ക് അധീനനായ ഒരു ദൈവം നിന്റെ വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ കരമ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനം പ്രാപിച്ച യോസേഫ് കാര്യവിചാരക വസ്ത്രം ധരിച്ച് കൊട്ടാരത്തിൽ എന്ന പോലെ പൊത്തിപ്പേരുടെ വീട്ടിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു വരവേ പൈശാചികൻ തൻ്റെ മേൽ ലക്ഷ്യമിട്ടു. തൻ്റെ മേലുള്ള ദർശനത്തിന്റെ വലിപ്പത്തെ ഈ വീട്ടിനകത്ത് ഒതുക്കാൻ റാഞ്ചൽ പക്ഷി പോലെ പൈശാചിക മണ്ഡലം തനിക്ക് നേരെ തലപൊക്കി. ഹല്ലേലൂയ. സുഖ സൗകര്യങ്ങളെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പൈശാചികൻ വ്യക്തികളിലൂടെ തൻ്റെ നേരെ ഇടപെടാൻ തുടങ്ങിയപ്പോൾ ദർശനമുള്ളവൻ അല്പസമയം മുട്ടുമടക്കി ദൈവത്തോട് ചോദിച്ചു, നാഥാ, എൻ്റെ ദർശനം ഇതല്ലല്ലോ, പൊത്തിപ്പേരുടെ വീടല്ലല്ലോ എൻ്റെ ദർശനം. മനുഷ്യവാക്കുകൾക്ക് ഒന്ന് അയഞ്ഞു കൊടുത്താൽ പൊത്തിപ്പേരുടെ വീട് യോസേഫിന് സ്വർഗതുല്യമാണ്. പക്ഷേ മനുഷ്യന്റെ വാക്കുകൾ കയവ് വരുത്താതെ മാറി നിന്നാൽ വലിയൊരു ദർശനമാണ് എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകാൻ പോകുന്നത്. മനുഷ്യന്റെ ഇഷ്ടത്തിന് വഴങ്ങിയാൽ ദർശനം ഇവിടെ ബ്ലോക്ക് ആകുന്നു. ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ അവയെ സൗജന്യമാണ്. പൊത്തിപ്പേറ എന്തൊക്കെ ചോദിച്ചാലും തരാൻ മനസ്സു വയ്ക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ലഭിച്ചത്. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് സാഹചര്യങ്ങൾ നൽകിയ സന്തോഷത്തെക്കാളുപരി മണ്ണെ പ്രതി മാണിക്യം വെടിയില്ല എന്ന ചിന്തയോടെ ദർശനപ്രകാരം ഓടി രക്ഷപ്പെട്ട മനുഷ്യനാണ് യോസേഫ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ കൃപയിൽ നിന്ന് പലരെയും അകറ്റുമ്പോൾ, സാഹചര്യങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പലരെയും വീടിക്കുമ്പോൾ, സാഹചര്യങ്ങൾ ആത്മീക സന്തോഷത്തിൽ നിന്ന് പലരെയും അകറ്റുമ്പോൾ, സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവനായിരിക്കണം പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീകൻ, ദർശനം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച ദൈവ പൈതൽ. വേദപുസ്തകം പരിശോധിക്ക്. സാഹചര്യങ്ങളല്ലേ പലരെയും അബദ്ധത്തിൽ ചാടിച്ചത്? ദൈവകൃപ ഈ ശുഷ്കാന്തിയോടെ 20 വർഷം ന്യായപാലനം നടത്തിയ ശിംശോൻ സാഹചര്യങ്ങളിലല്ലേ പരാജിതനായത്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമെന്ന് വിളിക്കപ്പെട്ട ദൈവപുരുഷനായ അഭിവന്യ ദാവീദ് വീണുപോയത് സാഹചര്യങ്ങളല്ലേ? നയമാൻ എന്ന ശ്രേഷ്ഠൻ ദൈവസന്നിധിയിൽ വന്ന് വിടുതല പ്രാപിച്ചു പോകുമ്പോൾ ഗേഹസി എന്ന ദൈവഭക്തൻ വീണുപോയത് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തതിനാലല്ലേ?
സ്തോത്രം. ബിലെയാമെന്ന ശ്രേഷ്ഠ പ്രവാചകൻ വീണുപോയത് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തതിനാലല്ലേ? ക്രിസ്തേശുവിനോടൊപ്പം സഹചാരിയായി കൂടെ നടന്ന യൂദാപ്പോസ്തലൻ വീണുപോയത് സാഹചര്യങ്ങളെ ജയിപ്പാൻ കഴിയാത്തതിനാലല്ലേ? ഇന്നു രാത്രി ആത്മനിറവോടും ദൈവഭയത്തോടും ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദർശനമകത്തുള്ളവൻ സാഹചര്യങ്ങളെ ജയിക്കുന്നവനാകണം. നിന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ ദർശനങ്ങളെ തെറ്റിക്കുവാൻ എത്ര അതിശക്തമായി റാഞ്ചൽ പക്ഷി റാഞ്ചിക്കൊണ്ടുപോകുവാൻ ഇറങ്ങി വരുന്നത് പോലെ വന്നാലും കൃപയിൽ ആശ്രയിച്ച് ജയിപ്പാൻ എന്റെ മേൽ കൃപ തരണമേ എന്ന് എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവനാണ് ദർശനമുള്ളവൻ. അതിനാൽ ലഭിച്ചത്, തനിക്ക് ലഭിച്ച ആമേൻ ആ പൊത്തിപ്പേര് നൽകിയ കാര്യവിചാരക വസ്ത്രം തനിക്ക് നഷ്ടപ്പെട്ടു. അടുത്ത് ലഭിച്ചത് കാരാഗൃഹമായിരുന്നു. കാരാഗൃഹത്തിൽ ചെല്ലുമ്പോൾ കിട്ടിയ വസ്ത്രം നമ്പരിട്ട ഒരു വസ്ത്രം. എത്ര നമ്പരെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ നമ്പരിട്ട ഒരു വസ്ത്രം. ഇവനൊരു കുറ്റവാളി. ഹല്ലേലൂയ. ജീവിത സാഹചര്യം കൈമാറി അടുത്ത വസ്ത്രം അതായിരുന്നു. ഈ വസ്ത്രം ധരിച്ച് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ രണ്ടുപേർ സ്വപ്നം കണ്ടു. ആമേൻ. ഫറവോന്റെ പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണി രണ്ടുപേരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു. എന്നെ ഭയങ്കരമായി സന്തോഷിപ്പിച്ച ഒരു കാര്യം അതാണ്. സ്വപ്നം കാണുന്നവൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത് കാരാഗൃഹത്തിൽ വന്നപ്പോഴാണ്. ദർശനമുള്ളവ ജീവിതത്തിൽ കഷ്ടത കൃപമേൽ കൃപയിലേക്ക് അവരെ ഉയർത്തുകയാണ്. ശോധനകൾ അവനെ അനാത്മീകനാക്കുകയല്ല, കൃപമേൽ കൃപ, ശക്തിമേൽ ശക്തി. ഹല്ലേലൂയ. ഒരിക്കൽ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു സമയം, ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ, മാനസിക സംഘർഷങ്ങൾ, നിരാശ നിറഞ്ഞ സാഹചര്യങ്ങൾ. ആ സമയത്ത് എൻ്റെ അമ്മയുടെ വീട് വിഴിഞ്ഞത്ത. ഞാൻ അങ്ങനെ വീട്ടിലിരുന്ന് മാനസികമായി ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നേരെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ടും ഒരു മനസ്സിനൊരു സുഖമില്ല. നേരെ വിഴിഞ്ഞത്ത് കടപ്പുറത്ത് ഈ മീൻ കൊണ്ടുവരുന്ന വിൽക്കുന്ന ഒരു ഭാഗം, അവിടേക്ക് ഞാൻ പോയി. അവിടെ അല്പസമയമൊക്കെ ഒന്ന് മൈൻഡൊന്ന് മാറി കിട്ടുമല്ലോ എന്ന് കരുതി. സ്തോത്രം. ആരോട് പറയാനാ നമ്മുടെ വേദന? അവന് വിശ്വാസിയോട് പറയാൻ പറ്റും. അവർ പറയും സ്തോത്രം, ആമേൻ, പോരാട്ടമാണ്, പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ എന്ന് പറയും. അതുകൊണ്ട് പൊതുസദസ്സിൽ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സ്തോത്രം. ഇങ്ങനെ വേദന കൊണ്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, അല്പസമയം നോക്കി നിൽക്കുമ്പോൾ, ഒരു ശക്തമായ തിരമാല വരുന്നത് വരെ മീൻ പിടിച്ച് ഒരു ബോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു തിരമാലയ്ക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക. സ്തോത്രം. ഒരു ശക്തമായ തിരമാല വന്നതും അവരെ മോട്ടർ അങ്ങോട്ട് അതിവേഗതയിലിട്ട് ഓടിച്ചങ്ങ് കയറ്റി പെട്ടെന്ന് മോട്ടർ തകർത്ത് വെച്ചു. പെട്ടെന്ന് അവരെല്ലാവരും കൂടെ ചാടി ഇറങ്ങി ഇതിനെ കരയിലോട്ടങ്ങ് അടുപ്പിച്ചു. വീണ്ടും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിൽ നിന്ന് അവർ മീനെല്ലാം ഇറക്കി മറ്റൊരു കൂട്ടർ മീൻ പിടുത്തത്തിനായിട്ട് പോകാൻ വന്നിരിക്കുക. അവരും അവരുടെ ബോട്ട് അടുപ്പിച്ചിട്ട് വലിയ തിരമാലയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുക. ഒരു വലിയ തിരമാല വന്നതും ഈ ബോട്ടിനെ അവർ 4-5 പേരായും കൂടെ തള്ളി ഇറക്കി ഈ തിരമാലയോടൊപ്പം ചേർന്ന് മോട്ടർ എടുത്ത് കടലിലോട്ടങ്ങിട്ടു. സ്റ്റാർട്ട് ചെയ്തൊരു പോക്ക്. ദൈവാത്മാവനോട് പറഞ്ഞു, മക്കളെ, നന്മ കൊണ്ടുവരാനും ഒരു തിരമാല വേണം, നന്മ പ്രാപിക്കാൻ പോകാനും ഒരു തിരമാല വേണം. സ്തോത്രം. ഇതെൻ്റെ ചെവിയിൽ വീണ്ടും ആവർത്തിച്ചു. വീണ്ടും ഇത് തന്നെ കേൾക്കുന്നു. മക്കളെ, നന്മ പ്രാപിക്കാൻ അവൻ പോകാനും ഒരു തിരമാല വേണം, നന്മ പ്രാപിച്ചത് തിരിച്ചടിപ്പിക്കാനും ഒരു തിരമാല വേണം. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് ചോദിച്ചു, കഷ്ടതയല്ലേ നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നേ? മാനസിക സംഘർഷമല്ലേ നിന്നെ ഈ കടൽ തീരം വരെ കൊണ്ടുവന്നേ? ആമേൻ. തിരമാലയില്ലാതെ നന്മയില്ല മക്കളെ. ഞാൻ മാറി നിന്ന് ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ പൊട്ടി കരഞ്ഞു. സ്തോത്രം. ബൈക്കെടുത്ത് നേരെ തിരിച്ചു വന്നു. മനസ്സിനെന്തെന്നില്ലാത്തൊരാനന്ദം. ജീവിതത്തിൽ അനവധി ക്ലേശം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദൈവം പഠിപ്പിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ദർശനമുണ്ടോ നിനക്ക് കഷ്ടത വലുതാണ്.
ശോധന വലുതാണ്, പ്രതിസന്ധി വലുതാണ്, തിന്മകൾ വലുതാണ്, വിദ്വേഷമുള്ളവർ ഒത്തിരിയാണ്, പ്രതികൂലങ്ങൾ ഒത്തിരിയാണ്. പക്ഷേ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുകയാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സാഹചര്യം നോക്കിയാൽ അനാത്മികനായി മാറേണ്ട, ആത്മിക നിലവാരത്തിൽ നിന്ന് താഴേക്കിറങ്ങേണ്ട യോസേഫ് ആമേൻ കാരാഗൃഹത്തിൽ കിടന്ന സ്വപ്നം വ്യാഖ്യാനിച്ചു. സ്വപ്നം വ്യാഖ്യാനിച്ചതുപോലെ സംഭവിച്ചു. 3 നാൾ കഴിഞ്ഞപ്പോൾ കാരാഗൃഹത്തിൽ കിടന്ന അപ്പക്കാരുടെ പ്രമാണി കുലമരത്തിൽ കയറി. ആമേൻ പാനപാത്രവാഹകൻ രാജകൊട്ടാരത്തിൽ പഴയ ജോലിക്ക് കയറി. പക്ഷെ അവിടെ വെച്ച് യോസേഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടല്ല ഇവിടെ വന്നേ. എബ്രായ നാട്ടിൽ നിന്ന് എന്നെ കട്ടുകൊണ്ട് വന്നത്. നീ അവിടെ ചെല്ലുമ്പോൾ എന്നെക്കുറിച്ചൊരു നല്ല വാക്ക് ഫറവോനോട് പറയണം. തിരുവെഴുത്തിൽ പറയുന്നു, പാനപാത്രവാഹകൻ യോസേഫിനെ മറന്നു. ചിലർ നമ്മളെ മറക്കുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും. ചിലർ മറക്കുന്നത് നന്മയ്ക്കാണ്. ഹല്ലേലൂയ. ചിലർ നമ്മളെ മറന്നത് നന്മയ്ക്കാണ്. ആമേൻ. വേറെ ഏതോ അഭിവൃദ്ധിയുടെ ഒരു വഴി നമുക്ക് വേണ്ടി തുറക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ നമ്മളെ മറന്നത്. ഹല്ലേലൂയ. എല്ലാവരും നമ്മളെ ഓർക്കണമെന്നില്ല. നമ്മിൽ നിന്ന് നന്മ അനുഭവിച്ച എല്ലാവരും തിരിഞ്ഞു നിന്ന് താങ്ക്സ് പറയണമെന്നില്ല. നമ്മിൽ നിന്ന് അഭിവൃദ്ധി പ്രാപിച്ച എല്ലാവരും നമ്മളെ കാണാൻ വരണമെന്നില്ല. കഷ്ടതയുടെ നടുവിൽ വല്ലപ്പോഴും ഓർത്തിട്ടില്ലേ, അവരൊന്നൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഞാൻ ഈ കഷ്ടതയിൽ കിടക്കേണ്ടി വരില്ലായിരുന്നെന്ന്. ഒന്ന് ഞാൻ ചെയ്ത നന്മ അവർ ഓർത്തെങ്കിൽ ഞാൻ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ഓർത്ത സമയങ്ങളില്ലേ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ കഷ്ടത വരുമ്പോൾ ഇതൊക്കെ വേദനയാണെങ്കിലും പിന്നത്തേതിലൊന്ന് നമുക്ക് മനസ്സിലാകും, അവർ ഓർക്കാതിരുന്നതിന് നന്ദി. മനുഷ്യർ മറന്നപ്പോൾ, സഹായം അനുഭവിച്ചവർ മറന്നപ്പോൾ ദൈവം ഒരു രാജ്യത്തിലെ രാജാവിനൊരു സ്വപ്നം നൽകി. 2 സ്വപ്നം. ഒരു സ്വപ്നം ഇതാണ്. അവൻ നദിയിൽ നിന്ന് കയറി വരുന്ന കൊഴുത്ത് തടിച്ച 7 പശുക്കൾ, തൊട്ടു പിന്നാലെ കയറി വരുന്ന മെലിഞ്ഞ കിഴക്കൻ കാട്ടുകൊണ്ടെന്ന പോലെ ശോഷിച്ചുപോയ 7 പശുക്കൾ. മെലിഞ്ഞു പോയത് കൊഴുത്തു തടിച്ച 7 എണ്ണത്തെ വിഴുങ്ങി. 2-ാമത്തെ സ്വപ്നം, നദീതീരത്ത് സമൃദ്ധിയോടെ നിറഞ്ഞ മണികളോടെ നിൽക്കുന്ന കതിര് 7. കിഴക്കൻ കാറ്റുകൊണ്ട് ഉണങ്ങി വരണ്ട് പതിരായി മാറിയ 7 കതിരുകൾ അവിടുന്ന് പൊങ്ങി വന്നു. അകത്ത് ശൂന്യത മാത്രം, പുറന്തോട് മാത്രമുള്ള 7 കതിര്. സമൃദ്ധിയുള്ള 7 എണ്ണത്തെ വിഴുങ്ങി. മന്ത്രവാദികളും ശകുനവാദികളും ലക്ഷണക്കാരും ആഭിചാരകന്മാരും കുറവില്ലാത്ത മിസ്രൈമിൽ ഫറവോ രാജാവ് സകലരെയും വിളിച്ചേച്ച് പറഞ്ഞ 2 സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞു തരണം. ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും ലക്ഷണക്കാർക്കും അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ കഴിയാതിരുന്നു. ആ സമയത്ത് ആമേൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞു, ഇവർക്കാർക്കും കഴിഞ്ഞില്ലെങ്കിൽ കാരാഗൃഹത്തിൽ വെച്ച് എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച ഒരുത്തനെ ഞാൻ കണ്ടു. എബ്രായ ദേശത്ത് നിന്ന് പൊത്തിപ്പേരുടെ വീട്ടിൽ ജോലി നോക്കിയ യോസേഫ് എന്നൊരു എബ്രായൻ അവിടെയുണ്ട്. അവൻ സ്വപ്ന വ്യാഖ്യാനത്തിൽ ശ്രേഷ്ഠനാ. ഉടനെ ഫറവോൻ ആളയച്ചു, അങ്ങനെയെങ്കിൽ അവനെ ഇവിടെ വരുത്തുക. രാജകൊട്ടാരത്തിൽ യോസേഫ് വരണമെങ്കിൽ ഈ നമ്പരിട്ട വസ്ത്രവും ധരിച്ചുകൊണ്ട് വരവ് നടക്കില്ല. അദ്ദേഹത്തെ നമ്പരിട്ട വസ്ത്രം മാറ്റി, സ്തോത്രം, രാജസദസ്സിൽ നിൽക്കുവാൻ യോഗ്യമായ വസ്ത്രം ധരിപ്പിച്ച് അദ്ദേഹത്തെ രാജസദസ്സിൽ പ്രസന്റ് ചെയ്തു. 7-ാമത്തെ വസ്ത്രം അതാണ്, രാജസദസ്സിൽ നിൽക്കാൻ യോഗ്യമായ വസ്ത്രം. ഈ വസ്ത്രം ധരിച്ച് രാജസദസ്സിൽ വന്നു നിൽക്കുമ്പോൾ ഫറവോ രാജാവ് സ്വപ്നം പറഞ്ഞു. യോസേഫ് എന്ന ദൈവഭക്തന്റെ മറുപടി, സ്വപ്നം 2 വട്ടം കണ്ടതോ, കാര്യം വേഗത്തിൽ നടക്കാൻ പോവുക. സ്തോത്രം വ്യാഖ്യാനിച്ചു. കൊടുത്തു തടിച്ച 7 പശുക്കൾ, നിറമണികളുള്ള 7 കതിരുകൾ, വരാനിരിക്കുന്ന 7 സമൃദ്ധിയുടെ കാലം. ഈ കാലം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ വരാൻ പോകുന്ന ക്ഷാമത്തിന്റെ കാലം 7 വർഷം.
സർവ്വരാജ്യങ്ങളിലും ആ ക്ഷാമമുണ്ടാകും. സർവ്വരാജ്യങ്ങളും ആ ബുദ്ധിമുട്ട് അനുഭവിക്കും. ആഹാരമില്ലാതെ ജനമലയും. ഭക്ഷണത്തിന് വേണ്ടി ജനം കൊതിക്കും. നാട്ടിൽ ഭക്ഷണം കിട്ടില്ല. അവരെ പോഷിപ്പിക്കണമെങ്കിൽ ഈ രാജ്യത്തിൽ ഈ 7 വർഷങ്ങൾ കൊണ്ട് ഭണ്ഡാരശാലകൾ പൊളിച്ചു പണിത് പുതുക്കി പണിത് ധാന്യ സമൃദ്ധി കൊണ്ട് നിറച്ചാൽ വരാനിരിക്കുന്ന 7 വർഷത്തെ ക്ഷാമത്തിൽ നിന്ന് രാജ്യങ്ങളെ വിടുവിക്കുവാനും ദേശങ്ങളെ കൈവശപ്പെടുത്താനും കഴിയുമെന്ന് യോസേപ്പിന്റെ വ്യാഖ്യാനത്തിങ്കൽ സിംഹാസനത്തിൽ നിന്ന് രാജാവ് പൊൻചങ്കോൽ കരത്തിലേന്തി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്നു മുതൽ രാജസ്ഥാനം ഒഴികെ ബാക്കിയുള്ള സ്ഥാനം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നീ രാജ്യത്തിന് രണ്ടാമനായിരിക്കും. രാജസദസ്സിൽ വന്നു നിൽക്കാൻ യോഗ്യമായ വസ്ത്രത്തെ മാറ്റി രാജവസ്ത്രം ധരിപ്പിച്ച് രാജകീയ മോടിയിൽ പദവിയിൽ 2ാം രഥത്തിൽ കയറ്റി യോസേപ്പിനെ കുറിച്ച് മിസ്രൈമിൽ വാഴ്ത്തിപ്പാടി മിസ്രൈമിനെ നിയന്ത്രിക്കുന്നത് യോസേഫായിരിക്കും. അമേ, സന്തോഷമില്ലേ? ഹല്ലേലൂയ. ദർശനം പ്രാപിച്ചവന്റെ ഉയർച്ച. ഹല്ലേലൂയ. മാറി മാറി ധരിച്ചു വന്ന വസ്ത്രത്തിൻ സാഹചര്യങ്ങൾ കൈമാറിയ വസ്ത്രം 1, കുടുംബ പശ്ചാത്തലം നൽകിയ ഇടയ വസ്ത്രം. 2, അപ്പൻ സ്നേഹിച്ചു ഉടുപ്പിച്ച രാജകീയ വസ്ത്രത്തിന് തുല്യമായ നിലയങ്കി. 3, കച്ചവടക്കാർ നൽകിയ അടിമ എന്ന വസ്ത്രം. 4, പൊത്തിപ്പേരുടെ വീട്ടിൽ പൊത്തിപ്പേർ അദ്ദേഹത്തെ ഉടുപ്പിച്ച ദാസവസ്ത്രം. 5, പ്രവൃത്തി നല്ലതെന്നും സ്വഭാവം നല്ലതെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് കണ്ട് 5ാമത് ധരിപ്പിച്ച വസ്ത്രം കാര്യവിചാരക വസ്ത്രം. 6ാമത് കാരാഗൃഹത്തിൽ കിട്ടിയത് നമ്പരിട്ട വസ്ത്രം. ആമേൻ. 7ാമത് കാരാഗൃഹത്തിൽ നിന്ന് രാജസദസ്സിൽ പ്രസന്റ് ചെയ്യാൻ ഉടുപ്പിച്ചത് ആമേൻ രാജസദസ്സിൽ നിൽക്കാൻ യോഗ്യമായ വസ്ത്രം. 8ാമത് രാജാവ് അദ്ദേഹത്തെ ധരിപ്പിച്ചത് രാജകീയ പ്രഭയുടെ ശ്രേഷ്ഠതയുടെ മാന്യതയുടെ 2ാം രാജാവെന്ന തലത്തിൽ നൽകിയ രാജകീയ വസ്ത്രം. ദർശനം ഉണ്ടോ? കഷ്ടതയുണ്ട്. കഷ്ടതയുടെ പിന്നിൽ ദൈവകൃപ പ്രാപിച്ചവനൊരു മാന്യതയുണ്ട്. ദർശനത്തിനായി അവധി വച്ചിരിക്കുന്നു. സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെടുന്നു. ദർശനത്തോടൊപ്പം യാത്ര ചെയ്താൽ ദർശനത്തിന്റെ പൂർത്തീകരണത്തിൽ ദൈവകൃപ പ്രാപിച്ച ആത്മീകനെ നിങ്ങളെ കരം പിടിച്ചുയർത്താൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ശക്തൻ. സഹായിപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല. ഇന്നു രാത്രിയും അവിടുത്തെ കരം നമുക്ക് വേണ്ടി ചലിക്കുക. കൃപ പ്രാപിച്ച ദൈവവൈതലേ, കഷ്ടതയിൽ ദർശനം മങ്ങാതെ വിശ്വസ്തയോടെ കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വയ്ക്ക്. കഷ്ടത എന്ന കാഠിന്യമേറിയ ശോധന ജീവിതത്തെ സ്വാധീനിച്ചാലും കൈവിടാത്ത ഒരുവൻ നമ്മോടുകൂടെ. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുക. യോസേഫ് പറഞ്ഞതുപോലെ സമൃദ്ധിയുടെ കാലം 7 വർഷം. 17ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു. സഹോദരന്മാർ വിറ്റു. 30ാമത്തെ വയസ്സിൽ യോസേഫ് ഫറവോന്റെ സന്നിധിയിൽ രാജകീയ വസ്ത്രം ധരിച്ചു നിൽക്കുക. ഇനി വരാൻ പോകുന്ന 7 വർഷം സമൃദ്ധിയുടെ കാലം. 7 വർഷം സമൃദ്ധിയായി നിലങ്ങൾ വിളഞ്ഞു. ഭണ്ഡാരശാലകളെല്ലാം പൊളിച്ചു. കാരണം 7 വർഷം രാജ്യങ്ങളെ പോറ്റണം. കിലോമീറ്ററുകൾ കണക്ക് ഭണ്ഡാരശാലകൾ പണിത് 7 വർഷത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ. നമുക്കറിയാം, കോവിഡ് കാലത്ത് ദീർഘമായ 2.5 മാസം പിന്നിട്ടപ്പോൾ സ്തോത്രം ജനത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ റേഷൻ കട വഴി നൽകി. ഏകദേശം 4 മാസം കഴിഞ്ഞപ്പോൾ അതിനൊരു പരിമിതി ഉണ്ടായി. സ്തോത്രം. മരുന്ന് കിട്ടാതെ വന്നു, സാമ്പത്തികമില്ലാതെ വന്നു. രാജ്യങ്ങളെ സമീപിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. രാജ്യങ്ങൾ കഷ്ടത്തിലും നഷ്ടത്തിലുമായി. മരുന്നുകളില്ലാതെ അടുത്ത രാജ്യത്തെ അവരാശ്രയിച്ചു. 1 വർഷം തികച്ചു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കോവിഡ് കാലത്ത് വികസിത രാഷ്ട്രങ്ങൾക്ക് പോലും.
അങ്ങനെയെങ്കിൽ 7 വർഷം സർവലോക രാജ്യങ്ങളെയും പിടിച്ചു നിർത്തുവാനുള്ള സമൃദ്ധി മിസ്രൈമിൽ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യോസേഫിൽ വ്യാപരിച്ച ദൈവകൃപയുടെ വലിപ്പം നിങ്ങൾ ഓർക്കണം. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പല്ല കൃപ പ്രാപിച്ച യോസേഫിന്റെ പ്രവചനം. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല, രാജ്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവചിപ്പാൻ ദർശനമുള്ളവനെ ദൈവം കരങ്ങളിലേന്തിയെങ്കിൽ ബന്ധുജനത്തിന് നീ അവരിട്ട വില 20 വെള്ളിക്കാശെങ്കിൽ രാജ്യങ്ങളെ പിടിച്ചു നിർത്തത്തക്കവണ്ണം അവനിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് ആർക്ക് വിലപേശാൻ പറ്റും? ലോകത്തുള്ള സർവ്വ നന്മകളെക്കാളും ദൈവകൃപയ്ക്ക് തുലനം ചൊല്ലാൻ ആർക്കാ ഇവിടെ വിലപേശാൻ പറ്റുന്നേ? ഇന്നു രാത്രി പറ, ആമേ, ലോകത്തുള്ള സർവ്വ നന്മകളെക്കാളും കൃപ മതിയേ, ദൈവകൃപ മതിയേ. ആരെല്ലാം വിലപേശിയാലും, ആരെല്ലാം തള്ളിയാലും, ആരെല്ലാം വെറുത്താലും, ആരെല്ലാം ഒരു വേസ്റ്റ് പോലെ എണ്ണിയാലും, കൃപ എന്നിലുണ്ടോ, ദർശനം എന്നിലുണ്ടോ, ഞാൻ തളരത്തില്ല. ആരെല്ലാം വിലപേശിയാലും എന്റെ നില കർത്തൃസന്നിധിയിൽ വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപ നല്ലത്. അനവധി സമ്പത്തിനേക്കാൾ സൽകീർത്തിയും വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ ദൈവകൃപ വലിയത്. ഒന്നുകൂടെ, അനവധി സമ്പത്തിനേക്കാൾ സൽകീർത്തിയും വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ ദൈവകൃപ വലിയത്. എത്ര പേർക്ക് വചനം മനസ്സിലായി? അനവധി സമ്പത്തിനേക്കാൾ ഒരു പുരുഷായുസ്സിൽ നേടിയെടുത്ത സൽകീർത്തിയും അനവധി വെള്ളിയിലും പൊന്നിലേക്കാൾ ദൈവകൃപ വലിയത്. ഹല്ലേലൂയ, ആമേൻ. ഏറിയ പൊന്നും വെള്ളിയും ആമേൻ ലോക്കറിൽ കൊണ്ടുവച്ച് എനിക്കത് ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ ദൈവകൃപ അകത്തുണ്ടോ? നിങ്ങളറിയാത്ത മേഖലകളിൽ കരം പിടിച്ചുയർത്തുവാൻ ദൈവം ശക്തൻ. ആമേൻ. കൃപ വലിയത്, കൃപ ശ്രേഷ്ഠം. ദൈവകൃപകൾ നിറഞ്ഞ് കർത്തൃനാമത്തിന് വേണ്ടി നിൽക്കുന്നതിന് തുലനം ചൊല്ലാൻ വേറൊന്നില്ല. രാത്രി ഞാൻ പറയാം, ഈ സദസ്സിൽ എന്നെ കൊണ്ടു നിർത്തിയത് എൻ്റെ സാമ്പത്തിക ഘടനയല്ല. ഈ സദസ്സിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയത് ഞാൻ നേടിയെടുത്ത വെള്ളിയുടെ കിലോ ഭാരമല്ല. പിന്നെയോ ദൈവം എൻ്റെ മേൽ പകർന്ന അല്പമായ കൃപയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ ഇതിലും അധികം പ്രാപിച്ചാൽ അവിടുന്ന് കൊണ്ടുചെല്ലുന്ന മേഖലകൾ എത്രയോ ഉന്നതമായിരിക്കും. ഇന്ന് രാത്രി പറ, ആ കൃപ എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, രാജകീയ സദസ്സിൽ രാജവസ്ത്രം ധരിപ്പിച്ച് യോസേഫിനെ കൊണ്ടുവന്ന് നിർത്തിയത് കുടുംബ മഹിമയല്ല, കുടുംബ ശ്രേഷ്ഠതയല്ല, വിദ്യാബഹുത്വമല്ല, തൻ്റെ കഴിവല്ല, സൗന്ദര്യത്തിൻ്റെ വലിപ്പമല്ല, ശ്രേഷ്ഠതകളല്ല, തന്നിൽ വ്യാപരിച്ച ദൈവകൃപയാണ്. മിസ്രൈമിലെ ധനകാര്യ മന്ത്രിയാക്കി തന്നെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി ദൈവകൃപയ്ക്ക് വേണ്ടി കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവിക ദർശനം എനിക്ക് തരണമേ. ദർശനം പ്രാപിച്ച യോസേഫിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം കിലോമീറ്ററുകൾ ദൂരം ഭണ്ഡാരശാലകൾ പണിത് മനോഹരമായ തലത്തിൽ 7 വർഷം കൊണ്ട് ഭണ്ഡാരശാലകൾ മുഴുവൻ നിറച്ചു. എല്ലാ ഭണ്ഡാരശാലകളും നിറഞ്ഞു. സ്തോത്രം. 17-ാമത്തെ വയസ്സ് സ്വപ്നം കണ്ട മനുഷ്യൻ 30-ാമത്തെ വയസ്സിൽ രാജസദസ്സിൽ നിൽക്കുമ്പോൾ കഷ്ടതയിലൂടെ കടന്നുപോയ കാലപരിമിതി 13 വർഷം. സ്തോത്രം. ഒരു ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് യാത്ര എത്ര വർഷം എടുത്തു? ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിൽ നിൽക്കാൻ 13 വർഷം. 17-ാമത്തെ വയസ്സിലാണ് സഹോദരന്മാർ വിറ്റത്. ആ നാളുകളിലാണ് സ്വപ്നം കണ്ടത്. 30-ാമത്തെ വയസ്സിൽ രാജസദസ്സിൽ. ഇനി അടുത്തു വരുന്ന 7 വർഷങ്ങൾ സമൃദ്ധിയുടെ കാലം. ദേശമംഗം സമൃദ്ധി വിളയുന്നു. മിസ്രൈം മുഴുവൻ സമൃദ്ധി കൊണ്ട് നിറയും. 13, 7, 20 വർഷം.
അടുത്ത് വരാൻ പോകുന്നത് 7 വർഷത്തെ ക്ഷാമം. 7 വർഷത്തെ ക്ഷാമം അങ്ങോട്ട് ആരംഭിച്ചു. ക്ഷാമം സർവ്വദേശത്തിലും ബാധിച്ചു. ആദ്യത്തെ വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ വർഷമായപ്പോൾ കനാനിൽ സാമ്പത്തികമായി ജനം തളർന്നു. കനാനിലുണ്ടായ സമൃദ്ധിയെല്ലാം കുറഞ്ഞു. യാക്കോബിന്റെ വീട്ടിലും ദാരിദ്ര്യം ബാധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിച്ചേ, യാക്കോബിന്റെ വീട്ടിൽ ദാരിദ്ര്യം വന്നപ്പോൾ യാക്കോബ് തന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, മിസ്രൈമിൽ സർവ്വരാഷ്ട്രങ്ങളെയും പോഷിപ്പിക്കത്തക്ക സമൃദ്ധി ഉണ്ടെന്ന് കേട്ടു. അവിടെ ഇപ്പോൾ ഒരു മഹാനായ ഒരു ഭരണാധികാരി, ഒരു ധനകാര്യമന്ത്രി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കിൻ പ്രകാരം രാജാവ് ഭണ്ഡാരശാലകളെല്ലാം പൊളിച്ചു പണിത് അവിടെ ധാന്യ സമൃദ്ധി കൊണ്ട് നിറച്ചിരിക്കുകയാണെന്ന് കേട്ടു. സ്തോത്രം. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ചെന്ന് ആ രാജ്യത്തിൽ നിന്ന് ധാന്യം കൊണ്ടുവരണം. നമ്മുടെ മൃഗസമ്പത്തിന് നമുക്കാവശ്യമായ ധാന്യം നിങ്ങൾ കൊണ്ടുവരണം. ശ്രദ്ധിച്ചേ, യാക്കോബ് ദർശനത്തിൽ പിമ്പിലാണോ? അല്ല. അദ്ദേഹം മരുഭൂമിയിൽ വെച്ച് കണ്ട ദർശനം എന്താ? സ്വർഗം തുറന്നിരിക്കുന്നതും ഭൂമിന് സ്വർഗത്തോളം എത്തുന്ന ഗോവേണി, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്, ആ ഗോവേണിയുടെ അഗ്രത്ത് നിന്ന് ദൈവം സംസാരിച്ചത്. ദർശനം പ്രാപിച്ച ഈ യാക്കോബിന് തൻ്റെ മകൻ യോസേപ്പ് പറഞ്ഞ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റി. അല്ലേ? എന്താ വ്യാഖ്യാനിച്ചേ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യോസേപ്പിനോട് എന്താ പറഞ്ഞത്? മക്കളെ, ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നമസ്കരിക്കുമോ? എന്തുകൊണ്ട്? വിൽക്കപ്പെട്ട യോസേപ്പിനെ കുറിച്ചൊരു ദർശനം ദൈവം യാക്കോബിന് നൽകിയില്ല. ആമേൻ, സ്തോത്രം. ഒന്ന് കരമേൽ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദർശനമുള്ള യാക്കോബ് യോസേപ്പിനെ കുറിച്ചൊരു ദർശനം കണ്ടില്ല? സ്തോത്രം. എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തണമെന്നില്ല. വെളിപ്പെടുത്താത്തതിന്റെ പിന്നിൽ ഒരു ദൈവിക പ്ലാനുണ്ട്. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായമാണ് തോന്നുന്നു. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട്. ശൂനേംകാരത്തി എലീശാ പ്രവാചകനെ തേടി വരുക. ഗേഹസിയെ പറഞ്ഞയച്ചു, ഗേഹസിയെ ചെല്ല്, ആടെ ശൂനേംകാരത്തി വരുന്നുണ്ട്. അദ്ദേഹം ചെന്നു, അവരെ വന്ദനം പറഞ്ഞു. ഗേഹസിയുടെ മാറി നിൽക്ക്, എനിക്ക് പ്രവാചകനെ കാണണം. ഗേഹസിയുടെ വരവിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയേച്ച് അവരെ നേരെ പ്രവാചകന്റെ അടുക്കൽ ചെന്നു. പ്രവാചകന്റെ കാൽക്കൽ വീഴുമ്പോൾ ഗേഹസി പിടിച്ച് മാറ്റാൻ നിന്നു. പ്രവാചകൻ പറഞ്ഞത്, ഗേഹസിയെ മാറി നിൽക്ക്, അവളെ തടസ്സം ചെയ്യണ്ട. എന്തോ ഒരു മനോദുഃഖം അവൾക്കുണ്ട്. യഹോവ അതെനിക്ക് മറച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പ്രവാചകന് വെളിപ്പെടണമെന്നില്ല. എല്ലാ കാര്യങ്ങളും ദർശനമുള്ള ഒരാളിന് വെളിപ്പെടണമെന്നില്ല. ഇനി യാക്കോബിന് യോസേഫ് അനുഭവിച്ച കഷ്ടതയെക്കുറിച്ചും സഹോദരന്മാർ വിറ്റതിനെ കുറിച്ചും പബ്ലിക് മാർക്കറ്റിൽ അദ്ദേഹത്തെ ലേലം ചെയ്തതിനെ കുറിച്ചും ഇപ്പോൾ ഫറവോന്റെ വീട്ടിൽ പൊത്തിപ്പേരുടെ വീട്ടിൽ പാർക്കുന്നതിനെ കുറിച്ചും ഒരു ദർശനം നൽകിയെന്നിരിക്കട്ടെ. യാക്കോബ് എന്ത് ചെയ്തേനെ? അപ്പച്ചന്റെ വീട്ടിൽ 318 അഭ്യാസികൾ ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ വീട്ടിൽ, യാക്കോബിന്റെ വീട്ടിൽ അതിലൊന്നും ഏറെ അഭ്യാസികൾ കാണും. അല്ല, യുദ്ധമെങ്കിൽ യുദ്ധം, മോനെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരാൻ, വീട്ടിൽ കൊണ്ടുവരാൻ യുദ്ധം ചെയ്തായാലും യാക്കോബ് അവനെ കൊണ്ടുവരും. പണം ചിലവാക്കിയാലും കൊണ്ടുവരും. എന്തുകൊണ്ട്? ദർശനമുള്ള യാക്കോബിന് മകനെ കുറിച്ച് ദർശനം കൊടുത്തില്ല. അതിനൊരു കാര്യമുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അവിടെ പാർക്കും. ആ ദേശക്കാർ നിന്റെ സന്തതിയെ വാഴും. 400 സംവത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ വിധിക്കും. എന്റെ സന്തതികളെ ഞാൻ അവിടുന്ന് പുറപ്പെടുവിക്കും. ഇന്ന് നീ പാർക്കുന്ന ദേശത്ത് ഞാൻ അവരെ കൊണ്ടുവന്നാക്കുമെന്ന് ദൈവിക വാഗ്ദത്തം നിറവേറേണ്ടത് യോസേപ്പിലൂടെ ആയതുകൊണ്ട് യാക്കോബിന് ദൈവം ദർശനം കൊടുത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാറില്ല, ദൈവമേ ആ കാര്യത്തെക്കുറിച്ചൊരു സ്വപ്നമെങ്കിലും തരാൻ ഞാൻ എന്താ? പല രഹസ്യങ്ങളും അങ്ങ് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഈ കാര്യം എന്നെ അറിയിച്ചില്ല? പ്രിയരെ, ചിലതറിയിക്കാത്തതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചിലത് നമ്മളോട് പറയാത്തതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. യോസേഫിൻ്റെ നാട്ടിൽ ഫറവോന്റെ രാജ്യത്ത് സമൃദ്ധിയുണ്ടെന്ന് യാക്കോബ് അവരോട് പറഞ്ഞു. അവിടെ പറയുന്ന വാക്കുകൾ അങ്ങനെയാ. സ്തോത്രം. ഒരു നല്ലൊരു ഭരണാധികാരി ഇവിടെ വന്നിട്ടുണ്ട്. യാക്കോബിനറിയില്ല എൻ്റെ മോനാന്ന്.
സ്തോത്രം. സഹോദരങ്ങൾ 12 പേരും ഒട്ടകപ്പുറത്ത് കഴുതപ്പുറത്ത് അവർ യാത്രയായി നേരെ മിസ്രൈമിലെത്തി. സ്തോത്രം. അത് ക്ഷാമത്തിൻ്റെ 2ാമത്തെ വർഷം. അപ്പം നോക്കിക്കേ, 17ാമത്തെ വയസ്സിൽ വിറ്റു, 30ാമത്തെ വയസ്സിൽ ഫറവോൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കഷ്ടതയുടെ 13 വർഷം, അടുത്ത സമൃദ്ധിയുടെ 7 വർഷം, വർഷം 20. അടുത്ത ക്ഷാമം തുടങ്ങി, 7 വർഷം ക്ഷാമമുണ്ട്. അതിൻ്റെ 2ാമത്തെ വർഷമായപ്പോൾ സഹോദരന്മാർ അവിടേക്ക് ചെല്ലുകയാണ്. യോസേപ്പിൻ്റെ ദർശനം കണ്ടത് മുതൽ 22ാമത്തെ വർഷം. ഹല്ലേലൂയ. ഒരു ദർശനമുള്ളവൻ ദർശനം കണ്ടതിൻ്റെ 22ാമത്തെ വർഷം യോസേപ്പിൻ്റെ മുമ്പിൽ തൻ്റെ സഹോദരന്മാർ എത്തുന്നു. ആമേൻ. പലവിധ പരീക്ഷകൾ ഇവിടെയുണ്ട്. യോസേപ്പിന് അവരെ മനസ്സിലായി, പക്ഷെ യോസേപ്പിനെ അവർക്ക് മനസ്സിലായില്ല. ദർശനം പ്രാപിച്ചവൻ്റെ ഉയർച്ച ദർശനമുള്ളവനെ വിറ്റവർക്ക് മനസ്സിലായില്ല, പക്ഷെ അവൻ അവരെ മനസ്സിലാക്കി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു ദർശനമുണ്ടോ? ദൈവം ഒരു കാഴ്ചപ്പാട് തന്നുവോ? ദൈവവിളി കേട്ടാണോ ഇറങ്ങി തിരിച്ചത്? അധൈര്യപ്പെടരുത്, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇന്ന് ആരെല്ലാം പകച്ചാലും, ആരെല്ലാം വെറുത്താലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഒരു മാന്യതയുടെ പന്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ ഇന്നു രാത്രി ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവിടുന്ന് നമ്മുടെ മേൽ ബാധ്യത വയ്ക്കുന്ന ദൈവമല്ല. കർത്തൃസന്നിധിയിൽ ഒരു ഗ്ലാസ് തണ്ണീരെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലമുണ്ടെങ്കിൽ, ഒരു ദർശനം തന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ നിന്നാൽ ദൈവം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങളെ മാനിപ്പാൻ ശക്തനെന്ന് ഇന്ന് രാത്രി ഉറപ്പോടെ ഞാൻ നിങ്ങളോട് പറയുക. ഹല്ലേലൂയ. ഈ കഷ്ടതയുടെ 22ാമത്തെ വർഷം സഹോദരന്മാർ യോസേഫിനെ കാണാൻ വന്നു. സ്തോത്രം. 1-2 വാക്യങ്ങൾ കൂടെ നിങ്ങൾ വായിക്കണം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലോട്ടൊന്ന് വന്നേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ സ്തോത്രം 43-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 43-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അപ്പോൾ അവൻ്റെ അപ്പനായ ഇസ്രായേൽ യാക്കോബ് മക്കളോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവീൻ, നിങ്ങളുടെ പാത്രങ്ങളിൽ കുറെ സുഗന്ധപ്പശ, കുറെ തേൻ, സാമ്പ്രാണി, സന്നിനായകം, ദേശത്തിലെ വിവിധങ്ങളായ ബദാം ഫലങ്ങൾ, മറ്റുതര ശ്രേഷ്ഠമായ വിലമതിപ്പുള്ള ഫലങ്ങൾ നിങ്ങൾ എടുക്കുക. എന്തൊക്കെ കൊണ്ടുപോകണം? സന്നിനായകം, സാമ്പ്രാണി, തേൻ, വിശേഷമായ ഫലങ്ങൾ. ശ്രദ്ധിച്ചേ, പണ്ട് യോസേഫിനെ വിറ്റപ്പോൾ ആ വന്ന കച്ചവടക്കാർ എന്തൊക്കെ കൊണ്ടുവന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞേ? സുഗന്ധപ്പശ, സന്നിനായകം, സാമ്പ്രാണി തുടങ്ങിയത് വിൽക്കുന്ന കച്ചവടക്കാർക്ക് വിറ്റു. ആര് വിറ്റു? യോസേഫിൻ്റെ സഹോദരന്മാർ. ഹല്ലേലൂയ. ഇന്ന് യാക്കോബ് തൻ്റെ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ആ മന്ത്രിയെ കാണാൻ പോകുന്നെങ്കിൽ എന്തൊക്കെ കൊണ്ടുപോകണം? സുഗന്ധപ്പശ, സാമ്പ്രാണി, തേൻ, നമ്മുടെ രാജ്യത്തിലെ വിശിഷ്ടമായ ഫലങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കാഴ്ചവയ്പ്പി. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഇത് കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കണം. ഇനി വായിക്കൂ, അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. 25 മുതൽ. ഉൽപ്പത്തി പുസ്തകം 43-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യം. ഉച്ചയ്ക്ക് യോസേഫ് തന്റെ ഭവനത്തിൽ വരുമ്പോഴേക്ക് കാഴ്ച അദ്ദേഹത്തിന്റെ മുമ്പിൽ വയ്ക്കാൻ ഈ 11 സഹോദരന്മാർ ഒരുങ്ങി നിന്നു. അടുത്ത്, തങ്ങൾക്ക് യോസേഫിന്റെ ഭവനത്തിലാണ് ഭക്ഷണമെന്ന് കേട്ടിട്ട് യോസേഫ് വീട്ടിൽ വന്നപ്പോൾ കൈവശമുണ്ടായിരുന്ന കാഴ്ച എന്തൊക്കെ? സുഗന്ധപ്പശ, സാമ്പ്രാണി, തേൻ, ദേശത്തിലെ വിശേഷമായ ഫലങ്ങൾ. യാക്കോബ് കൊടുത്തയച്ച സമ്പന്ന കുടുംബത്തിലെ വിലമതിക്കുന്ന കാഴ്ചകൾ യോസേഫിന്റെ മുമ്പിൽ അർപ്പണം ചെയ്യേണ്ടതിന് അവർ കൊണ്ടുവന്നു. അടുത്ത വാക്യം. യോസേഫിന്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ അവരോട്,
നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ? അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അതിനവർ ആമേൻ, ഞങ്ങളുടെ അപ്പൻ അങ്ങയുടെ അടിയാന് സുഖം തന്നെ, അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ആ വാക്ക് വിടരുത്, നമസ്കരിച്ചെന്നല്ല, കുനിഞ്ഞു നമസ്കരിച്ചു. ദർശനം 22 വർഷങ്ങൾക്ക് പിന്നിൽ. ഹല്ലേലൂയ. ഞാനും എൻ്റെ സഹോദരന്മാർ 11 പേരും വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. എൻ്റെ കറ്റ നിവർന്നു നിന്നു. 11 കറ്റകൾ എൻ്റെ കറ്റയെ നമസ്കരിക്കുന്ന ദർശനം സാക്ഷാത്കരിക്കപ്പെടാൻ 22 വർഷമെടുത്തു. ദർശനത്തിനായി ഒരവധി വച്ചിരിക്കുന്നു. ദർശനത്തിനായി ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക, വരും നിശ്ചയം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നൽകിയ ദർശനം സമാഹരിക്കുവാൻ 22 വർഷം പിന്നിട്ടെങ്കിൽ നമുക്ക് ദൈവം നൽകിയ ദർശനം സമാപ്തിയിലെത്താൻ ദൈവം ഇത്രയും ദീർഘിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. യോസേഫിനെ ദൈവം ദീർഘിപ്പിച്ചു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലതും ദീർഘിപ്പിക്കാത്തതിൻ്റെ കാരണം എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിന് കുറവ് വരാതിരിപ്പാൻ ഇന്ന് രാത്രിയിൽ വിശ്വസ്തയോടും നല്ല മനസാക്ഷിയോടും ദൈവം നൽകിയ സന്ദേശത്തിൽ ആശ്രയിച്ച് വിളിച്ചു പറയുന്നു, നമുക്ക് ദൈവം ഒരു ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ, ദർശനത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമെങ്കിൽ, പിന്മാറാതെ നിൽക്കുമെങ്കിൽ, അവിവേകം കാണിക്കാതെ നിൽക്കുമെങ്കിൽ, ദൈവകൃപ വിട്ട് പിന്മാറാതെ ഉറപ്പോടെ നിൽക്കുമെങ്കിൽ ദർശനം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തും. ദർശനം നൽകിയ ദൈവം വിശ്വസ്തൻ. ദർശനപ്രകാരം കരം പിടിച്ചുയർത്താൻ അവൻ ശക്തൻ. ഇന്നല്ലെങ്കിൽ നാളെ അവിടുത്തെ സമയത്തില് അത് സംഭവിച്ചിരിക്കും. ആമേൻ. അകത്ത് ജീവൻ പ്രാപിച്ച ജനം ഇന്ന് പകൽ ആത്മനിറവോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. എനിക്ക് ദർശനം നൽകിയ ദൈവം വിശ്വസ്തൻ. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. എന്നെ വിളിച്ച് സ്വപ്നം നൽകിയ ദൈവം വിശ്വസ്തൻ. ഞാൻ കരുതിയത് സംഭവിക്കില്ലെന്ന് ഉറപ്പോടെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. എന്നെ വിളിച്ചവൻ വാക്കുമാറാത്തവൻ, വഴിയിൽ ഉപേക്ഷിക്കാത്തവൻ, ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തുന്നവൻ, അവന്റെ സ്നേഹം എത്രയോ വലിയത്. ഹല്ലേലൂയ. ദർശനത്തിനൊത്തവണ്ണ യാത്ര ചെയ്യാൻ ഒരാൾ സന്നദ്ധനെങ്കിൽ നടത്താൻ ദൈവം വിശ്വസ്തൻ. ദർശനത്തിനോടൊപ്പം യാത്ര ചെയ്യാതെ അവിവേകം കാട്ടിയവർ പരാജയപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. അതിൽ 1-2 അനുഭവങ്ങൾ പറയാം. 75-ാമത്തെ വയസ്സിൽ ദൈവവിളി കേട്ട് ഇറങ്ങിയ അപ്പച്ചൻ അബ്രഹാം വഴിയാത്രയിൽ തൻ്റെ ഭാര്യ ഒരു ഉപദേശം നൽകി. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും മക്കൾ ജനിക്കുന്നത്. സ്തോത്രം. ഉപദേശത്തിന് അദ്ദേഹം വഴങ്ങി. അങ്ങനെ ജനിച്ച മകനാണ് ഇസ്മായിൽ. ഹല്ലേലൂയ. ദർശനത്തിനൊത്തവണ്ണ യാത്ര ചെയ്യാതെ വഴിയിൽ വെച്ച് വഴിമാറി ചിന്തിച്ചു. അത് നിമിത്തം ഇന്നും വാഗ്ദത്തമുള്ള ജനത്തിന് ഇസ്മായിലിൻ്റെ തലമുറ ഒരു വേദനയാണ്. എന്താ കാര്യം? വഴിയിൽ വെച്ച് വഴിമാറി ചിന്തിച്ചു. ദർശനത്തിനൊത്തവണ്ണം യാത്ര ചെയ്തില്ല. നീണ്ട 13 വർഷം ദൈവിക ഇടപെടലിന് കോട്ടം വന്നു. അതിനുശേഷമാണ് ദൈവം വീണ്ടും തന്നോട് സംസാരിച്ചത്. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം വായിച്ച ദർശനത്തിന് വേണ്ടി നിൽക്കാത്ത എലീമേലേക്കും കുടുംബവും. ആമേൻ. ബെത്ലഹേം എന്ന അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമം വന്നപ്പോൾ അവർ യാത്രയായി. എവിടേക്ക്? ആമേൻ. മോവാബ്യ ദേശത്തിലേക്ക്. അവൻ മോവാബ്യ ദേശത്തിൽ ചെന്ന ദേശത്തിലെ 2 യുവതികളെ മക്കൾക്ക് ഭാര്യമാരാക്കി എടുത്തു. അവിടെ സന്തോഷ സമൃദ്ധിയിൽ പാർത്തു വരും കാലം 3 ആണുങ്ങളും കുടുംബത്തിൽ നഷ്ടപ്പെട്ടു. എലീമേലെക്ക്, മഗ്ലോൻ, കിലിയോൻ നഷ്ടമായി. പിന്നെ ശേഷിച്ചു രൂത്ത്, ഓർപ്പ, നവൂമി എന്ന 3 വ്യക്തികൾ. യാത്ര പറഞ്ഞ് ഇറങ്ങവേ രൂത്ത് അമ്മായിയമ്മയെ പറ്റി നിന്നു. ഓർപ്പ ചുംബിച്ച് മടങ്ങിപ്പോയി.
സ്വന്തം നാട്ടിൽ ബത്ലഹേമിൽ വരുമ്പോൾ കണ്ട കാഴ്ച, കറുത്ത് കരിവാളിച്ച് വരണ്ട് കിടന്ന വയലുകളെല്ലാം സമൃദ്ധിയുടെ അനുഭവത്തിൽ ഗോതമ്പും യവവും കൊണ്ട് നിറഞ്ഞു കിടക്കുമ്പോൾ എലീമേലെക്കിൻ്റെ വയലിൽ മുള്ളും പറക്കാരെയും പിടിച്ച് കിടക്കുക. എന്താ കാരണം? വഴിയിൽ വെച്ച് മാറി ചിന്തിച്ചു. സഹോദരിമാർ എല്ലാവരും ചേർന്ന് നവോമിയുടെ അടുക്കൽ വന്നു. നവോമിയെ, എന്തിയേ മകളോൻ, എന്തിയേ കില്ലിയോൻ, എന്തിയേ എലീമേലേക്ക്, എന്തിയേ? അതിന് മറുപടി, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്, മാറ എന്ന് വിളിപ്പീൻ. അത്യുന്നതനിൽ കൈപ്പായത് ചെയ്തിരിക്കുന്നു. നിറഞ്ഞവളായി ഞാനിവിടെ നിന്ന് പോയി, ഒഴിഞ്ഞവളായി വന്നു. പോയപ്പോൾ ഇങ്ങനെയല്ല പറഞ്ഞത്, നിറയാൻ പോവുക. തിരിച്ചു വന്നപ്പോൾ എന്ത് പറഞ്ഞു? നിറഞ്ഞവളായി പോയി, ഒഴിഞ്ഞവളായി വന്നു. എന്താ കാരണം? പ്രാപിച്ച ദർശനത്തിൽ നിന്ന് മാറി ചിന്തിച്ചു. ഞാൻ പറയുന്നു പ്രിയരെ, ഞാൻ ദൈവസന്നി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ദൈവഹിതമില്ലാത്ത ഒരു നന്മയും എനിക്ക് തരരുത്. എനിക്ക് അർഹതപ്പെട്ടതൊന്നും എനിക്ക് നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. ദൈവകൃപയെ ജീവിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, എവിടെയാണോ നമ്മൾ ദൈവകൃപയിൽ നിന്ന് വഴിമാറി ചിന്തിക്കുന്നത്, അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അല്പാൽപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയാകുമ്പോൾ വിശ്വാസം വിടരുത്. കഷ്ടതയിൽ നീ ഓടി വന്നു ഫെയ്ത്തോമിൽ, കഷ്ടതയിൽ ഓടി വന്നു നന്മയ്ക്ക് വേണ്ടി, കഷ്ടതയിൽ ഓടിയെടുത്തു ദൈവസന്നിധിയിൽ. അല്പാൽപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയാകുമ്പോൾ ദൈവകൃപ വിട്ട് പുറകോട്ട് മാറരുത്. ദർശനം അവിടെ വച്ച് മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ദർശനം പ്രാപിച്ച ജനം ദർശനത്തിൽ നിലനിൽക്കാൻ തയ്യാറാകുക. ഇവിടെ ഇരിക്കുന്ന വാത്സല്യ മാതാപിതാക്കളോട് പറയുന്നു, യുവതി യുവാക്കളോട് പറയുന്നു, യൗവനക്കാരോട്, കുഞ്ഞുങ്ങളോട് പറയുന്നു, ദർശനം പ്രാപിച്ച ദൈവജനം ദൈവകൃപയിൽ നിലനിൽക്കുവാൻ സന്നദ്ധരാകട്ടെ. ഈ ഉപവാസ മീറ്റിംഗിന്റെ 6ാം നാളിൽ പറയുന്നു, ഓരോ ദിവസവും മാറി മാറി വരുന്ന ദൈവദാസന്മാർ നിങ്ങളോട് അറിയിക്കുന്ന ആമേൻ വാഗ്ദത്തത്തിന്റെ മഹിമയുടെ വിശ്വസ്തതയുടെ സന്ദേശത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യാൻ ഇന്നു രാത്രി എത്ര പേർ തയ്യാറാകും? ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒരു സത്യം കൂടെ ഞാൻ പറയാം. ഇതെല്ലാം ലോകത്തിലെ നന്മകളാണ്. ഈ ലോകത്തിൽ ദർശനപ്രകാരം ജീവിച്ചാൽ ഒരു നിത്യത നമുക്ക് ഉറപ്പാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും 70 ഏറെയായാൽ 80 സംവത്സരം. ഇതിൻ്റെ പ്രതാപം കഷ്ടവും ദുഃഖവും അത്രേ. ഇത് വേഗം തീരും. നാം ഇവിടെ നിന്ന് പറന്നു പോകും. ദർശനമുള്ളവൻ, ദൈവം നമുക്ക് വേണ്ടി ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നിത്യതയുടെ തുറമുഖത്തവൻ സന്തോഷിക്കും. ഹല്ലേലൂയ. കൃപ പ്രാപിച്ച ദർശനമുള്ളവൻ, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ആമേൻ ആ നിത്യതയുടെ നഗരത്തിൽ ചെന്ന് വിശ്രമം പ്രാപിച്ച നാഥനോടൊപ്പം ഇരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വിശ്വസ്തതയോടെ ജീവിക്കുക. ഹല്ലേലൂയ. രക്ഷയുടെ അനുഭവം പ്രാപിച്ചു സ്നാനപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, പള്ളിയിൽ ചേരാനല്ല സ്നാനം, സ്നാനം ക്രിസ്തുവിനോട് ചേരാൻ. രജിസ്റ്റർ ബുക്കിൽ പേര് വരാനല്ല സ്നാനം, ക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളിയായി തീരാൻ, ക്രിസ്തുവിനെ ധരിക്കാൻ, ക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളിത്തം വഹിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സഭയാം ശരീരത്തിൻ്റെ ഒരു അവയവമായി മാറാൻ ഇന്നു രാത്രി സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് വരെ നിങ്ങൾ ക്രിസ്തുവിലായിട്ടില്ല, ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല, ക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളിത്തം വഹിച്ചിട്ടില്ല, ക്രിസ്തുവിൻ്റെ സഭയാം ശരീരത്തിൻ്റെ ഒരു അവയവമായി മാറിയിട്ടില്ല. സ്നാനമെന്നതൊരു എൻഗേജ്മെൻ്റാണ്. സ്തോത്രം. അവന് ഉറപ്പാണ്. അതിന് 2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം 2-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അവിടെ പറയുന്നത് അങ്ങനെയാണ്, ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ, മലിനരഹിതയായ കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആകയാൽ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ ക്രിസ്തേശുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു. ആമേൻ. ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് പറയുന്നു, സ്നാനമെന്നത് ദൈവപുരുഷനായ ക്രിസ്തുവുമായുള്ള എൻഗേജ്മെന്റ് ആണ്. ഈ എൻഗേജ്മെന്റ് നടന്നോ? ഹല്ലേലൂയ. ആ ഉറപ്പീരുണ്ടോ? ഉറപ്പീര് നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ?
ഉറപ്പീരന് പങ്കാളിത്തം വഹിച്ച ദൈവമക്കളോട് പറയുന്നു, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിക്കാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തെ മുറുകെ പിടിക്കുക, ദർശനത്തിനായി നിലനിൽക്കുക. ഈ ഭൂതലത്തിൽ ദർശനത്തിന് വേണ്ടി നിലനിന്ന ഒരു ഭക്തൻ ഈ ഭൂമിയിൽ മാനിക്കപ്പെട്ടുവെങ്കിൽ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ നിന്നാൽ എത്രയധികം ദൈവം നമ്മളെ മാനിക്കും. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചുള്ളൂ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വേഗം വായിച്ചേ. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും പിന്നെ യെരുശലേമിലും പിന്നെ യഹൂദ്യാദേശത്തിലൊക്കെയും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി ചെയ്യണമെന്ന് ഞാൻ പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുകയാൽ ഇന്നുവരെ ഞാൻ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുന്നു. പറഞ്ഞ വാക്ക്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ ദർശനം പ്രാപിച്ചവർ ദൈവകൃപയ്ക്കൊത്തവണ്ണം നിന്നെങ്കിൽ ഈ ഭൂതലത്തിലും വരുവാനുള്ള ലോകത്തിലൊരു മാനിക്കപ്പെടുന്നവരാണ്. ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ദർശനത്തിനൊത്തവണ്ണം യാത്ര ചെയ്താൽ ഈ ഭൂതലത്തിൽ അപമാനിച്ചവരുടെ മുമ്പിൽ ഒരു മാന്യതയുണ്ട്. ഇവിടുത്തേതിനപ്പുറം നിത്യതയിലൊരു മാന്യതയുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നമുക്ക് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും മാന്യത നൽകുന്ന ദൈവം നൽകിയ ദർശനത്തിനൊത്തവണ്ണം യാത്ര ചെയ്യാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാണ്? ദർശനം പ്രാപിച്ചവന് കഷ്ടതയുണ്ട്. കഷ്ടതയോടുകൂടെ ദൈവ സാന്നിധ്യമുണ്ട്. കഷ്ടതയിൽ അവൻ തളർന്നു പോകാതെ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽക്കുന്നു. കഷ്ടതകളെ അവൻ ധരണം ചെയ്യുന്നു. ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലെത്തുന്നു. ആമേൻ. അവൻ നിത്യതയിൽ ചെന്നെത്തുന്നു. നിത്യതയിൽ ആമേൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ അദ്ദേഹം മറയ്ക്കപ്പെടുന്നു. കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത നിത്യതയുടെ തുറമുഖത്ത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി മാറിയ യേശുനാഥൻ്റെ സംരക്ഷണതയിൽ അവനായിത്തീരുന്നു. 91-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഞാൻ പറയട്ടെ, ഒരാളിൻ്റെ നിഴൽ അടുത്തൊരാളിൻ്റെ മേൽ വീഴണമെങ്കിൽ എങ്ങനെ നടക്കണം? പറഞ്ഞേ, എങ്ങനെ നടക്കണം? ചേർന്ന് നടക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം 91-ാം സങ്കീർത്തനം 1-ാം വാക്യം, അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ ഈ ഭൂതലത്തിൽ അങ്ങനെ നടക്കാൻ കഴിഞ്ഞാൽ നിത്യതയിൽ എൻ്റെ നാഥൻ്റെ കൂടാരത്തിൽ വസിക്കാം. ദർശനത്തിനൊത്തവണ യാത്ര ചെയ്യാൻ ദർശനത്തിനായി ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. വൈകിയാലും അത് വരും നിശ്ചയം. വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? എല്ലാ കണ്ണുകളും ഒന്നടച്ച് ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചേ. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട തിരുവെഴുത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച്, ദർശനം കിട്ടിയവൻ മാറി ധരിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ നൽകിയ 8 തര വസ്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിലൊന്ന് ദർശനം നൽകിയവനിൽ നിന്ന് കണ്ണ് മാറ്റിയെങ്കിൽ ലോകം നൽകുന്ന ചില മാന്യതകളോടെ ഈ ലോകത്തിലെ സുഖത്തിൽ ജീവിക്കാമായിരുന്നു. ദർശനം നൽകിയ ദൈവത്തെ നോക്കിയപ്പോൾ ലോകത്തിലുള്ളതിനെ വിട്ട് താൻ യാത്രയായി. ദർശനം നൽകിയ ദൈവത്തിൽ മാത്രം ചാരിയതുകൊണ്ട് ലോകം നൽകിയ വസ്ത്രങ്ങൾ വേദനാജനകമായിരുന്നു. ലോകം കൈമാറിയ വാക്കുകൾ വേദനിപ്പിക്കുന്നതായിരുന്നു. ലോകക്കാർ നൽകിയതെല്ലാം വിലപേശലുകളായിരുന്നു. ലോകക്കാരെല്ലാവരും അപമാനിച്ച് അപമാനപാത്രമാക്കി മാറ്റിയിരുന്നു.
എന്നാൽ ദർശനം നൽകിയവൻ കൂടെയിരുന്നു. യോസേഫിനോടുള്ള ബന്ധത്തിൽ തിരുവെടുത്ത് പറയുന്നു, കച്ചവടക്കാരുടെ കരത്തിൽ അവൻ ഇരിക്കുമ്പോൾ യഹോവ അവനോട് കൂടെ. പൊത്തിഫേരയുടെ വീട്ടിൽ ചെന്നപ്പോൾ യഹോവ അദ്ദേഹത്തോട് കൂടെ. കാരാഗൃഹത്തിൽ ചെന്നപ്പോൾ വിളിച്ച ദൈവം യോസേഫിനോട് കൂടെ. ദർശനം തന്ന ദൈവം നിനക്ക് വിദൂരസ്ഥനല്ല, അവിടുന്ന് സമീപസ്ഥൻ. ആര് വിറ്റാലും ആര് വെറുത്താലും ആര് തള്ളിയാലും ആരെല്ലാം നിനക്കെതിരെ കഥ എഴുതി ഉണ്ടാക്കിയാലും കഥാപുസ്തകങ്ങൾ തയ്യാറാക്കിയാലും അമ്മായിയപ്പൻ മരുമകൾക്കെതിരെ കഥ എഴുതി ഉണ്ടാക്കുന്നു, അവർ കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾക്ക് നേരെ കഥ എഴുതി ഉണ്ടാക്കുന്നു, ഭാര്യ ഭർത്താവിന് വിരോധമായി കഥ എഴുതുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് വിരോധമായി കഥ എഴുതുന്നു, മാതാപിതാക്കൾ മക്കൾക്ക് വിരോധമായി കഥ എഴുതുന്നു, മക്കൾ മാതാപിതാക്കൾക്ക് വിരോധമായി കഥ എഴുതുന്നു, നാട്ടുകാർ വിശ്വാസിക്ക് വിരോധമായി കഥ എഴുതുന്നു, ദൈവസഭയ്ക്ക് വിരോധമായി കഥ എഴുതി ഉണ്ടാക്കുന്നു. എത്രയോ കഥാപുസ്തകങ്ങൾ ലോകത്തിൽ പലരും വായിച്ച് സന്തോഷിക്കുന്നു. അവൻ പലരും കഥ എഴുതിയിട്ടും കൃപ പ്രാപിച്ചവന്റെ കൃപയെ തെറ്റിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദർശനം നൽകിയ ദൈവത്തോടുകൂടെ ഇന്ന് രാത്രി ചേർന്ന് നടക്ക്. ആരോ നിങ്ങൾക്ക് വിരോധമായി കഥ എഴുതട്ട്, ആരോ നിങ്ങളെ ആക്ഷേപിച്ച് പുറന്തള്ളട്ട്, ആരോ നിങ്ങളെ വിൽക്കാൻ വിലപേശട്ട്, ദർശനം നൽകിയ ദൈവം എന്നോടുകൂടെ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും എന്നെ മാനിക്കുന്നവൻ എന്നോടുകൂടെ. അവൻ എനിക്ക് വിദൂരസ്ഥനല്ല, അവൻ എനിക്ക് സമീപസ്ഥൻ, അന്ത്യത്തോളം നടത്താൻ ശക്തൻ. ജീവൽ പ്രൗഢമനഹടകരകം ധനാദര. ആരൊക്കെയോ പരിശുദ്ധാത്മാവിന്ന് രാത്രി ദർശനം കണ്ടത് മുതൽ നിന്ന മാത്രം ചുമന്ന്, അപമാനം മാത്രം ചുമന്ന്, ആക്ഷേപം മാത്രം കേട്ട് ഒരു പരസ്യകോലമായി നടക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ദർശനം നൽകിയവൻ നിന്നെ വിട്ടു മാറിയിട്ടില്ല. അവൻ നിന്നോടൊപ്പം. അവിടുന്ന് നിന്റെ വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ നിഴലിന്റെ കീഴിലാ കുഞ്ഞേ നീ നടക്കുന്നേ. സർവശക്തന്റെ നിഴലിന്റെ കീഴിലാ നിങ്ങളുടെ യാത്ര. അവൻ നമുക്ക് കോട്ടയാ, അവിടുന്ന് നമുക്കൊരു ശൈലമാ, അവിടുന്ന് നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്ന ഒരിടമാ, അവൻ ആശ്രയിക്കാൻ കൊള്ളാകുന്ന പാറയാ, അവൻ എനിക്ക് ചുറ്റും ഒരു പരിചയാ. അവിടുന്ന് എന്നെ കൈവിടുന്ന ദൈവമല്ല. അപമാനം കേട്ടല്ലേ ഇന്ന് രാത്രി ഇവിടെ കയറി വന്നത്, ആക്ഷേപ സഹിച്ചല്ലേ ഇന്ന് രാത്രി ഇവിടെ വന്നത്. ദർശനം നൽകിയവൻ നിന്നെ കൈവിടുന്നവൻ അല്ലെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? ഒരു നിമിഷം അവരുടെ സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാമോ? സമർപ്പണത്തോടെ ഈ ഉപവാസ മീറ്റിംഗിന്റെ 6ാമത്തെ ദിനം ഒറ്റയ്ക്കല്ല ഇന്ന് രാത്രി ആലയം വിട്ടു പോകുന്നത്. ദർശനം നൽകിയവൻ നമ്മോട് കൂടെ. വലിയൊരു ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദർശിക്കുന്നു. ഈ വചനത്തിന്റെ മുമ്പിൽ ചിലർ വിറകൈകളോടെ ഇരിക്കുന്ന ചിലരെ ദൈവാത്മാവെന്നെ ദർശിപ്പിക്കുന്നു. എന്നോട് ഇത്രയധികം അങ്ങേക്ക് സ്നേഹമോ എന്ന് ചോദിച്ച് ഹൃദയം തുളുമ്പുന്ന സന്തോഷത്തിന്റെ അനുഭവത്തിലിരിക്കുന്ന ചിലരിതിനകത്തുണ്ട്. സമൂഹം വെറുത്തു, സ്നേഹബന്ധങ്ങൾ വെറുത്തു, എന്നെ സ്നേഹിച്ചവർ പലരും തള്ളി, ഒറ്റപ്പെട്ടുവെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ കാരാഗൃഹത്തിൽ യോസേഫിനോട് കൂടെ ഇരുന്നവൻ, വഴിയാത്രയിൽ കൂടെ ഇരുന്നവൻ, അവമാനപാത്രമായി പൊത്തിഫേരുടെ വീട്ടിൽ നിന്ന് തൻ്റെ ഭാര്യ എഴുതിയ കഥാപുസ്തകം ഫറവോൻ ആമേൻ പൊത്തിഫേറെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ നിറകണ്ണുകളോടെ, തകർന്ന ഹൃദയത്തോടെ, വിറകൈകളോടെ നിന്ന യോസേഫ് ഒരു ശബ്ദം ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു, അധൈര്യപ്പെടണ്ട, ദർശനം നൽകിയ ഞാൻ കൂടെയുണ്ട്. ദർശനത്തിനായി ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. വൈകിയാൽ നീ അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, അത് സംഭവിക്കുന്ന നിശ്ചയം, അത് നടക്കുന്ന നിശ്ചയം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിക്കുന്ന നിശ്ചയം. ഈ ലോകത്തിൽ ഞാൻ നിന്ന് അനുഭവിച്ചു തന്ന ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിൽ ഞാൻ സന്തോഷവും പ്രാപിക്കും.
ഇന്ന് രാത്രി നിത്യതയുടെ തുറമുഖത്തിലേക്ക് കണ്ണുകളെ ഉയർത്താമോ? സഹോദരങ്ങൾ ഒരു ഗാനം ആലപിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറയാം, ഹല്ലേലൂയ, എൻ്റെ നിന്ന മാറുന്ന കാലം സമീപമായി, എൻ്റെ അപമാനം മാറുന്ന കാലം സമീപമായി. ദൈവകരങ്ങളിലേക്ക് തങ്ങളെ തന്നെ കൊടുത്ത് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം സമർപ്പണം ചെയ്യേ.